കഥ തുടരുന്നു. നേരം പുലർന്നപ്പോഴേക്കും കോവളത്തിന് കാക്കിയുടെ നിറം കൈവന്നിരുന്നു. എവിടേക്ക് തിരിഞ്ഞാലും പോലീസ്. പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ പരിസരത്തേക്ക് പോലും പോലീസ് ആരെയും കടത്തിവിട്ടില്ല. ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള അനുമതിയും ആർക്കും കിട്ടിയില്ല. DGP മുതൽ താഴേക്കുള്ള പോലീസ് ഓഫീസർമാരെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു യുദ്ധക്കളം മാതിരി കിടക്കുന്ന ഹോട്ടൽ മുറി തെല്ലൊന്നുമല്ല അവരെ അമ്പരിപ്പിച്ചതും. ഡേവിഡ്സണും ഖാദറിനും ആരാണെന്ന സത്യം തൽക്കാലം മൂടി വയ്ക്കാനായിരുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ട് അകത്ത് കടന്നുകൂടിയ പത്രപ്രതിനിധികൾ പോലും യാതൊരു രഹസ്യവും പിടികിട്ടിയില്ല. ഡേവിഡ്സണെയും ഖാദറിനെയും ഒന്ന് കാണാൻ പോലും പോലീസ് അനുവദിച്ചില്ല. CBI മേധാവിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം ഡേവിഡ്സൺ അദ്ദേഹത്തെ അറിയിച്ചു. ഹോട്ടൽ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയെങ്കിലും കൊലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡേവിഡ്സന്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന ആൾക്കാരും താഴെയുണ്ടായിരുന്ന ടാറ്റ സുമോയും അപ്പോഴേക്കും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഹോട്ടൽ രജിസ്റ്ററിൽ അവർ കൊടുത്തിരുന്ന പേരും അഡ്രസ്സും വ്യാജമാണെന്ന് തെളിഞ്ഞു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പ്രേതങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. കൊലപാതകങ്ങൾ നടന്ന മുറി പോലീസ് സീൽ ചെയ്തു. ഡേവിഡ്സണും ഖാദറിനും ആ ഹോട്ടലിൽ നിന്നും മാറിയിരുന്നില്ല. മറ്റൊരു മുറിയിൽ അവർ ഉണ്ടായിരുന്നു. CBI മേധാവി അവരോട് യാത്ര പറഞ്ഞു പോയത് സന്ധ്യയോടുകൂടിയാണ്. ഇനിയും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്ന് ഭയന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലീസ് സംരക്ഷണം തേടിയിരുന്നു. രാത്രിയായി. ഡേവിഡ്സണും ഖാദറിനും അനന്തകരണീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനു മുമ്പ് തന്നെ അവർ അവിടെയുണ്ടായിരുന്ന മനോഹരമായ ഒരു ഫ്ലവർ ബേസിൽ നിന്നും അത്യന്താധുനികമായ ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ കണ്ടെടുത്ത് നശിപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഹോട്ടൽ ശത്രുക്കളുടെ ഒരു താവളമാണെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഇവർ ഹോട്ടൽ തൽക്കാലത്തേക്ക് പോലും അടച്ചിടാത്തത് എന്താണ്? അതുമാത്രവുമല്ല, അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ റേഡിയോ ട്രാൻസ്മിറ്റർ ഒളിച്ചു വയ്ക്കേണ്ട കാര്യവുമില്ലായിരുന്നല്ലോ. ഖാദറിൻ പറഞ്ഞത് കേട്ട് ഡേവിഡ്സൺ തലയിളക്കി. അനന്തരം ഇൻ്റർകോം വഴി ഹോട്ടൽ ബോയിയെ വിളിച്ച് ചപ്പാത്തിക്കും മട്ടൺ ഫ്രൈക്കും ഓർഡർ കൊടുത്തു. ഒപ്പം 2 ബിയറിനും. സാധനങ്ങളെത്തി. ഡേവിഡ്സൺ 100 രൂപയുടെ ഒരു നോട്ട് എടുത്ത് അവന് കൊടുത്തു. അവന് സന്തോഷമായി. മാനേജറുടെ റൂം ഏതാണ്? ഡേവിഡ്സൺ തിരക്കി. ഗ്രൗണ്ട് ഫ്ലോറിൽ, റൂം നമ്പർ 114, ബോയ് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടോ സാർ? ഇല്ല, നാളെ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. എങ്കിൽ ഞാൻ പോട്ടെ സാർ. ഓക്കെ. ബോയ് പോയി. അവർ ഭക്ഷണം കഴിച്ചു, ബിയർ കുടിച്ചു. സമയം രാത്രി 11 മണി. ഡേവിഡ്സൺ എണീറ്റു. ഞാൻ മാനേജറൊന്ന് കണ്ടിട്ട് വരാം. കോഡ്ലെസ് ഫോണിലൂടെ ഞാൻ വിളിക്കാം. അപ്പോൾ മാത്രമേ ഖാദറിൻ വാതിൽ തുറക്കാവൂ. മാത്രമല്ല, മാനേജറുടെ മുറിയിൽ വെച്ച് ഉണ്ടാകാവുന്ന സംഭാഷണം ഖാദറിന് ഇവിടെ ഇരുന്ന് കേൾക്കാം. വയർലെസ് സെറ്റ് ഓൺ ചെയ്തു വച്ചോളൂ. സൂക്ഷിക്കണം. ഷുവർ. വേണ്ട സജ്ജീകരണങ്ങളുമായി ഡേവിഡ്സൺ ഇറങ്ങിപ്പോയി. ഖാദറിൻ വാതിലടച്ച് ലോക്ക് ചെയ്തു. ലിഫ്റ്റിൽ കയറാതെ കോണിപ്പടി വഴിയാണ് ഡേവിഡ്സൺ താഴേക്ക് പോയത്. അതാകുമ്പോൾ അത്ര വേഗം ആരും ശ്രദ്ധിക്കുകയില്ല. ഇടനാഴികൾ ശൂന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ അയാൾക്ക് 114 നമ്പർ റൂമിന് മുന്നിൽ എത്തുവാൻ കഴിഞ്ഞു. പതിയെ വാതിൽ തട്ടി. പ്രതികരണമൊന്നും ഉണ്ടായില്ല. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ഡേവിഡ്സനെ മുന്നിൽ കണ്ടപ്പോൾ ആ മുഖത്ത് ഒരു നിമിഷം ഏതോ ഭാവം മിന്നിമറിഞ്ഞു. എന്താ സാർ ഈ രാത്രിയിൽ? വളരെ സീക്രട്ടാണ്. ഡേവിഡ്സൺ ഇടനാഴിയുടെ ഇരുഭാഗത്തേക്കും ഭയത്തോടെ നോക്കുന്നതായി ഭാവിച്ചു. ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. മാനേജറുടെ നെറ്റി ചുളിഞ്ഞു. പുതിയ എന്തെങ്കിലും സംഭവം? അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. മാനേജർ വാതിലടച്ചു. ആ ഹോട്ടലിലെ തന്നെ ഏറ്റവും മികച്ച മുറികളിൽ ഒന്നായിരുന്നു അത്. മാനേജർ ഒരു സെറ്റിയിലിരുന്നു. ഇരിക്കൂ. പക്ഷേ ഇരിക്കുന്നതിന് പകരം ഡേവിഡ്സൺ ഒരു പിസ്റ്റൾ വലിച്ചെടുത്ത് അയാളുടെ നെറ്റിയിൽ മുട്ടിക്കുകയാണ് ചെയ്തത്. നൗ യു ആർ കംപ്ലീറ്റ്ലി അണ്ടർ മൈ കൺട്രോൾ. കിടുങ്ങിപ്പോയി മാനേജർ. നിങ്ങൾ എന്നെ കൊല്ലാൻ തന്നെയാണ് പോകുന്നത്? ഡേവിഡ്സൺ ചിരിച്ചു. എന്തിന്? ഞങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് നിങ്ങൾ കരുതിയോ? ഇനി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒരേയൊരു മാർഗ്ഗമേ ഉള്ളൂ. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തരിക. മാനേജർക്ക് താൻ കുടുക്കിലായെന്ന യാഥാർത്ഥ്യം ബോധ്യമായി. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ധാരണകൾ നിങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ല മിസ്റ്റർ. ഇനിയൊരു രക്ഷപ്പെടൽ കൊതിക്കുകയും വേണ്ട. എനിക്കറിയേണ്ട വിവരങ്ങൾ നിങ്ങളുടെ നാവിൻ തുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. മാനേജർ എന്തോ ചിന്തിക്കുന്നതായി ഭാവിച്ചു. ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പട്ടി പോലും വരുമെന്ന് കരുതേണ്ട. പറഞ്ഞോ, ഒന്നും വിട്ടുപോകാതെ പറഞ്ഞോ. ആരുടെ ആൾക്കാരാണ് ഞങ്ങളെ വധിക്കാൻ വന്നത്? അത് ഞാനെങ്ങനെ അറിയാം മിസ്റ്റർ? മാനേജറുടെ മുഖം മാറിയത് പെട്ടെന്നാണ്. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ആരാണ് നിങ്ങൾ? വല്ല കൊള്ളക്കാരനുമാണോ? അയാളുടെ അവസാനത്തെ അടവാണതെന്ന് മനസ്സിലാക്കുവാൻ ഡേവിഡ്സണിന് തെല്ലും പ്രയാസപ്പെടേണ്ടി വന്നില്ല. പിസ്റ്റളിൻ്റെ ഭാരൻ അയാളുടെ നെറ്റിയിൽ അല്പം കൂടി അമർന്നു. ഇനി എൻ്റെ ചോദ്യത്തിനല്ലാതെ നിങ്ങൾ വായ തുറന്നു പോയാൽ ഒരു ബുള്ളറ്റ് നിങ്ങളുടെ തലയോട് പിളർക്കും. മറക്കണ്ട. മാനേജർ നിഷേധഭാവത്തിൽ തലയനക്കി. ശരീരം വേദനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ സത്യം പറയൂ എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഒരുക്കമാണ്. ടെൽമി, ആരാണ് നിങ്ങളെ വധിക്കാൻ വന്നത്? അവർക്ക് മുറി തുറക്കാനുള്ള താക്കോൽ കൊടുത്തത് താനാണെന്ന സത്യം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. വെറുതെ അങ്ങനെ പറഞ്ഞതാണെങ്കിൽ കൂടിയും അയാൾ കിടുങ്ങുന്നത് ഡേവിഡ്സൺ കണ്ടു.
അതുകൊണ്ട് തന്നെ ഇത്രയും കൂടി തുടർന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ രഹസ്യം കണ്ടെത്തിയെന്ന് നിങ്ങളുടെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തങ്ങൾക്ക് ദോഷം വരുത്തുന്ന ആരെയും അവർ ബാക്കി വയ്ക്കാറില്ലെന്ന കാര്യം മറക്കേണ്ട. തൊട്ടുമുന്നിൽ ഒരു ബോംബ് പൊട്ടിയാൽ മാനേജർ ഇത്രയും ഞെട്ടുമായിരുന്നില്ല. പ്രേതത്തെ കണ്ടതുപോലെ ആ മുഖം വിളറി വെളുത്തുപോയി. ഞാൻ ഡേവിഡ്സൺ ചിരിച്ചു. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ഫേവർ തരാം. അറിയാവുന്ന വിവരങ്ങൾ മുഴുവൻ എന്നോട് പറയുന്ന പക്ഷം നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അയാൾക്കത് വിശ്വാസമായോ ഇല്ലയോ എന്ന് ശരിക്കറിയില്ല. എന്തായാലും ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നതേയുള്ളൂ. ഡേവിഡ്സൺ അയാളുടെ നെറ്റിയിൽ നിന്നും തോക്ക് മാറ്റിയിട്ട് ശബ്ദം കഴിവതും മയപ്പെടുത്തിക്കൊണ്ട് തിരക്കി. പറയൂ, ആരുടെ ആൾക്കാരാണ് ഞങ്ങളെ വധിക്കാനെത്തിയത്? അയാളുടെ കണ്ണുകൾ പിടച്ചു. മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നി മറിഞ്ഞു. പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എന്നിട്ടും അയാൾ തൻ്റെ നാവിനെ ബന്ധിച്ചിരുന്ന അദൃശ്യമായ ചങ്ങലകൾ പൊട്ടിക്കാൻ ഭയന്നു. മനസ്സിൽ രോഷം തിളയ്ക്കുകയായിരുന്നുവെങ്കിലും ഡേവിഡ്സൺ അടക്കി. ഇനി ഞാൻ ഈ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ പോലും ശത്രുക്കൾ നിങ്ങളെ വെറുതെ വിടില്ല. അയാൾ പിന്നെയും ഞെട്ടി. ഞാൻ പറയൂ. കൂടുതലൊന്നും എനിക്കറിയില്ല. ശരിക്കും ഏത് സംഘടനയാണ് ഇതിന് പിന്നിലെന്ന് കൂടി എനിക്കറിയില്ല. എങ്കിലും പാകിസ്ഥാനോ ചൈനയുമായോ ബന്ധപ്പെട്ടവരാണെന്ന് വ്യക്തം. മോഹിപ്പിക്കുന്ന വാഗ്ദാനത്തിൽ പെട്ടുപോയതാണ് ഞാൻ. ഇനി ഒരു മോചനം സാധ്യമല്ലെന്നും അറിയാം. അങ്ങനെ വന്നാൽ അതിൻ്റെ മരണത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. മനസ്സോടെ അല്ലെങ്കിലും എനിക്കിപ്പോൾ അവരെ അനുസരിക്കുക മാത്രമേ തരമുള്ളൂ. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അവർ എങ്ങനെയാണ് തരുന്നത്? സെല്ലുലാർ ഫോൺ വഴി, പിന്നെ പേജറിലൂടെയും. കേരളത്തിലെ അവരുടെ പ്രധാന ഏജൻറ്റ് ആരാണെന്നറിയാമോ? അങ്ങനെ ആരുമായും എനിക്ക് പരിചയമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം. ഈ തലസ്ഥാനത്ത് തന്നെ അവരുടെ പിണിയാളുകൾ ധാരാളം പേരുണ്ട്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്തത്ര ഉന്നതങ്ങളിൽ കഴിയുന്നവർ. അവരുടെ പ്രധാന താവളം ഹൈറേഞ്ച് ഭാഗത്ത് എവിടെയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ എന്തൊക്കെയോ ഭയങ്കരമായത് നടക്കുന്നുണ്ട്. ഡേവിഡ്സന്റെ നെറ്റി ചുളിഞ്ഞു. ഏതെങ്കിലും ഒരു രഹസ്യ വിമാനം കേരളത്തിലേക്ക് എത്തിയതായി നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. താങ്ക്സ്, ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന്. ഞാൻ നിങ്ങളുടെ മുറിയിൽ വന്നെന്നോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നോ ആരും അറിയണ്ട. അറിഞ്ഞാൽ നിങ്ങളെ പിന്നെ അവർ ബാക്കി വയ്ക്കില്ല. എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞത്? മാനേജർ അങ്കലാപ്പിൽ തിരക്കി. മാതൃഭൂമിയെ ഒറ്റിക്കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനാണ് നിങ്ങൾ. ഇനി ഭൂമി തന്നെ തീരുമാനിക്കട്ടെ നിങ്ങളുടെ വിധി. ഡേവിഡ്സൺ ഇറങ്ങിപ്പോയി. അയാൾ മെസ്സേജ് നൽകിയതനുസരിച്ച് കാതറിൻ വാതിൽ തുറന്നു. അയാൾ അകത്ത് കയറി. എല്ലാം കേട്ടല്ലോ അല്ലേ? എന്ത് തോന്നുന്നു? മറുപടിയുമായി ഒരു പത്രം അവൾ അയാൾക്ക് നേരെ നീട്ടി. അതിൽ ഹൈറേഞ്ച് ഭാഗത്ത് നിന്ന് വച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന കുര്യാക്കോസിൻ്റെ അപകട മരണത്തെക്കുറിച്ചും വിഷമുള്ളുകളെക്കുറിച്ചും അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിരുന്നു. വായിച്ചിട്ട് ഡേവിഡ്സൺ തലയനക്കി. പിറ്റേന്ന് പ്രഭാതം അവർക്ക് കാപ്പി കൊണ്ടുവന്ന ബോയിയാണ് ആ വാർത്ത കാതുകളിലേക്ക് തീക്കനൽ പോലെ കോരിയിട്ടത്. ഹോട്ടൽ മാനേജർ മരിച്ചു. കാതിനുള്ളിലേക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഹൈറേഞ്ച് ആകാശം മേഘാവൃതമായിരുന്നു. റോഡിൽ അന്ന് പതിവിലേറെ മഞ്ഞ് നിറഞ്ഞു നിന്നിരുന്നു. വാഹനങ്ങൾക്ക് മഞ്ഞ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചിട്ട് കൂടി മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥ. സമയം ഏതാണ്ട് അർദ്ധരാത്രി ആയിട്ടുണ്ടാവും. തെക്കുഭാഗത്തു നിന്നും ശബ്ദമില്ലാതെ പറന്നു വന്ന ഒരു കൊച്ചു വിമാനം വിഷമുള്ളുകൾ നിറഞ്ഞ ഭാഗത്തെ വനത്തിനുള്ളിലേക്ക് താണു പറന്നു. ഈ കാഴ്ച ആരും കണ്ടില്ലെങ്കിലും മരച്ചില്ലകളിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്ന പക്ഷികൾ വിമാനത്തിൻ്റെ കാറ്റിൽ ഭയന്ന് പറന്നകന്നു. വനത്തിനുള്ളിൽ വൃക്ഷങ്ങൾ കുറഞ്ഞ ഒരു ഭാഗത്ത് ആ വിമാനം നിശ്ചലമായി. അടുത്ത നിമിഷം എവിടെ നിന്നോ 2 തോക്കുധാരികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിമാനത്തിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി തോക്കുധാരികൾക്കൊപ്പം എവിടെയോ മറഞ്ഞു. വിമാനത്തിന് മുകളിൽ പൊടുന്നനെ ഒരു ആവരണം വന്നു വീണു. മുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പോലും അപ്പോൾ താഴെയൊരു വിമാനമുണ്ടെന്ന് തോന്നുമായിരുന്നില്ല. അടുത്ത പ്രഭാതം തിരുവനന്തപുരത്തു നിന്നും നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററിലാണ് ഡേവിഡ്സണും കാതറിനും ഹൈറേഞ്ചിലേക്ക് യാത്ര തിരിച്ചത്. വനങ്ങൾക്ക് മുകളിലൂടെ ഒരു തിരച്ചിൽ നടത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. ഹെലികോപ്റ്ററിൽ അവരെ കൂടാതെ പൈലറ്റും CBI മേധാവിയും ഒപ്പമുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് കുന്നുകളും താഴ്വരകളും വനങ്ങളും കാണുന്നത് തന്നെ ഒരു പ്രത്യേക രസമുള്ള കാഴ്ചയായിരുന്നു. ഡേവിഡ്സൺ ഇടയ്ക്കിടെ ഒരു മാപ്പ് നോക്കുന്നുമുണ്ടായിരുന്നു. അതിൽ സദാ മഞ്ഞ് തിങ്ങി നിറഞ്ഞതും വിഷമുള്ളുകൾ നിറഞ്ഞതുമായ പ്രദേശം ചുവപ്പ് മഷിയിൽ അടയാളപ്പെടുത്തിയിരുന്നു. ഉദ്ദേശം 9 കിലോമീറ്ററോളം ചുറ്റളവിൽ വിഷമുള്ളുകൾ നിറഞ്ഞ പ്രദേശമാണെന്ന് കണക്ക്. കാതറിൻ ഒരു ബൈനോക്കുലർ വഴി ചുറ്റുപാടും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങകലെ ഒരു വെള്ളിനാട കണക്കെ ജലം താഴേക്ക് പതിക്കുന്ന ഭാഗം. നിമിഷങ്ങൾ കഴിയുന്തോറും അത് അടുത്തടുത്തു വരുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങു താഴെ പതിക്കുന്ന വെള്ളം നുരയും പതയും ഉതിർത്തുകൊണ്ട് വനത്തിൻ്റെ നിഗൂഢതയിലൂടെ ഒഴുകിപ്പോകുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവിടം പിന്നിട്ട് ഹെലികോപ്റ്റർ അപ്പുറം കടന്നു. ഇതാണ് നാം സംശയിക്കുന്ന സ്ഥലം. ഡേവിഡ്സൺ പിറുപിറുത്തു. എല്ലാവരും താഴേക്ക് നോക്കി. പൈലറ്റ് ഹെലികോപ്റ്റർ കുറെ കൂടി താഴ്ത്തി. കാറ്റേറ്റ് മുൾച്ചെടികൾ ആടിയുലഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് മാത്രം ആരോ ഇവയുടെ വിത്തുകൾ വിതച്ചതാണെന്നാണ്. വാട്ട് ഡു യു മീൻ? മേധാവി ഡേവിഡ്സനെ തുറച്ചു നോക്കി. യെസ് സർ,
അത്യപൂർവമായ ഈ വിഷച്ചെടികളുടെ വിത്തുകൾ ഏതെങ്കിലും അനുകൂല കാലാവസ്ഥയിൽ ഇതേപോലെ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് വിതറിയതായിക്കൂടെ? മേധാവി ഒന്നും പറയാതെ അയാളുടെ മുഖത്ത് തന്നെ ഏതാനും നിമിഷങ്ങളോളം മിഴികൾ നട്ടിരുന്നു. ഡേവിഡ്സൺ തൻ്റെ കയ്യിലിരുന്ന ചാർട്ടിൽ ചില വെട്ടലുകളും തിരുത്തലുകളുമൊക്കെ നടത്തി. മെറീന ഭിത്തിയിലുണ്ടായിരുന്ന ഒരു റോക്കറ്റിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മുറിയിൽ ഇടയ്ക്കിടെ മങ്ങുകയും വേഗത്തിൽ തന്നെ പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരു ബൾബുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം മാത്രം അവൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഒരു ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയാണ് അവിടെ ലഭിക്കുന്നത്. ഈ രാത്രിയോ പകലോ അതേക്കുറിച്ചൊന്നും അവൾക്ക് വ്യക്തമായി അറിയില്ല. ഇപ്പോഴും ഈ മുറിക്കുള്ളിൽ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രിയോ പകലോ ഇല്ല. എത്ര ദിവസമായി താൻ ഇതിനുള്ളിൽ എത്തിയിട്ട്? അതും മെറീനയ്ക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവനുമൊത്ത് പാറപ്പുറത്ത് അവസാനമായി ഒന്നിച്ചു കഴിഞ്ഞ രംഗങ്ങൾ മാത്രം മനസ്സിലുണ്ട്. ബാക്കിയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ തലച്ചോറിനുള്ളിൽ ഒരു വിമാനത്തിൻ്റെ പ്രൊപ്പല്ലർ കറങ്ങിത്തിരിയുന്ന അനുഭവമാണ്. കുര്യാക്കോസിനെ ആ ഭയങ്കര മനുഷ്യൻ ഒരു പാവക്കുട്ടിയെ എന്ന വണ്ണം വലിച്ചെറിഞ്ഞത്, തന്നെ എടുത്ത് തോളിലിട്ടുകൊണ്ട് നടന്നു പോകുന്നത് ഓർക്കാൻ തന്നെ വയ്യ. ആ യാത്രയുടെ അവസാനം ഇവിടെയായിരുന്നു. അതിനിടെ എന്തൊക്കെ സംഭവിച്ചെന്നറിയില്ല. തൻ്റെ സ്വബോധവും മറഞ്ഞു പോയിരുന്നല്ലോ. കണ്ണുകൾ തുറക്കുമ്പോൾ ഇവിടെയാണ്. തൻ്റെ പ്രിയപ്പെട്ടവൻ ജീവനോടുണ്ടോ? അദ്ദേഹം തന്നെ തിരഞ്ഞു കാണാതെ വിഷമിക്കുകയാണോ? ബാഹ്യലോകത്ത് എന്തൊക്കെ നടന്നു കാണും? ഒന്നിനെക്കുറിച്ചും യാതൊരു അറിവുമില്ല. ആ ഭയങ്കര മനുഷ്യ രൂപത്തെയും പിന്നീട് കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് രണ്ട് മുഖങ്ങൾ. ഒന്ന് തനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന മനുഷ്യൻ, അടുത്തത് ഹോ, അയാൾ മനുഷ്യനോ പിശാചോ? ഡ്രാക്കുളയുടേതുപോലെ പിന്നോട്ട് ചീകി വെച്ചിരിക്കുന്ന തലമുടിയും ക്ലീൻ ഷേവ് ചെയ്ത മുഖവും ചോരക്കണ്ണുകളും വലിയ ചെവികളും കൂട്ടുപുരികങ്ങളും വളഞ്ഞ മൂക്കും നീണ്ട താടിയുമുള്ള മനുഷ്യൻ. പക്ഷേ ശരീരം മെലിഞ്ഞതാണ്, വിളറി വെളുത്തതാണ്. കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നും. അയാളാണ് താൻ കണ്ടിട്ടുള്ള രണ്ടാമത്തെ മനുഷ്യൻ, ചെകുത്താൻ്റെ ജന്മമുള്ളവൻ. എന്തൊരു ആവേശമാണ്! വന്ന അന്നു മുതൽ ഇന്നോളം ഒരു ചോരക്കുടിയനായ കടവാവലിനെ പോലെ എത്ര തവണയാണ് തൻ്റെ ശരീരത്തിൽ ക്രൂരത കാട്ടിയിട്ടുള്ളത്. എത്രയായാലും മതിവരാത്ത ജന്തു, കണ്ണീരിനോ അപേക്ഷയ്ക്കോ കീഴടക്കാൻ കഴിയാത്ത മനുഷ്യമൃഗം. തനിക്ക് ധരിക്കുവാൻ ഒരു കീറത്തുണി തന്നതുപോലും എത്ര കെഞ്ചിയിട്ടാണ്. ഈ മുറി വളരെ മികച്ചതാണ്. ഇതിനോട് ചേർന്ന് ബാത്റൂമും മറ്റെല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും തനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. മാത്രമല്ല, ഇനി രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവനെ സമർപ്പിക്കാൻ തൻ്റെ പക്കൽ ഒന്നും തന്നെയില്ലല്ലോ എന്ന് മെറീന ദുഃഖത്തോടെ ഓർത്തു. എല്ലാം ആ ചെകുത്താൻ കവർന്നെടുത്ത് കളഞ്ഞില്ലേ? കരഞ്ഞ് കണ്ണീർ പോലും വറ്റിപ്പോയി. എന്നെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായാൽ അത് ആ ചെകുത്താൻ്റെ മരണത്തിന് ശേഷമായിരിക്കുമെന്ന് അവൾ മനസ്സിൽ അടിവരയിട്ട് എഴുതിയിരിക്കുകയാണ്. തൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവനെ കൊല്ലണം. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. വാതിലാരോ തുറക്കുന്ന ശബ്ദം കേട്ട് മെറീന ഞെട്ടി ഉണർന്നു. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതത്തോടെ അവൾ ചാടി എണീറ്റു. ആഹ്ലാദം നിറഞ്ഞ ഒരു ശബ്ദം ആ കണ്ടത്തിൽ നിന്നുയർന്നു. എന്നാൽ ആഗതൻ വാതിലടച്ചു. തഴുതിരുന്ന് കണ്ട് അവൾ കിടുങ്ങിപ്പോയി. അത്യന്താധുനികമായ ആ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ അരമണിക്കൂറോളമായി ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മെലിഞ്ഞ ഒരുവൻ, കഷണ്ടി കയറിയ ശിരസ്സും കട്ടിഫ്രെയിമുള്ള കണ്ണടയും ഉള്ള അയാൾ നിഗൂഢമായ ആ സന്ദേശം സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും മറ്റു ചില ജോലികളിൽ വ്യാപൃതനായിരുന്നു. ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് അയാൾ ഹാളിലുള്ള മറ്റൊരു കൂറ്റൻ സ്ക്രീനിൽ ഒരു വിമാനത്തിൻ്റെ പല ഭാഗങ്ങളുടെ ചിത്രങ്ങൾ ദർശിക്കുകയായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറിൽ ഏറ്റവും അവസാനം തെളിഞ്ഞ വാചകങ്ങൾ അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. റോയുടെയും BSSൻ്റെയും CBIയുടെയും എല്ലാം ശ്രദ്ധ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതായിരുന്നു ആ വാർത്ത. അങ്ങനെ വന്നാൽ അത് അപകടകരമാണെന്ന് അയാൾക്കറിയാം. ഒപ്പം ശക്തനായ ഒരു പ്രതിചാര പ്രവർത്തകർ ഡേവിഡ്സണും കാതറിൻ എന്ന യുവതിയും ഹൈറേഞ്ചിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയെന്ന വാർത്തയും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ കണ്ണട നേരെ വെച്ച ശേഷം അയാൾ റിമോട്ടിൻ്റെ സ്വിച്ച് അമർത്തി. കൂറ്റൻ സ്ക്രീനിൽ ഹെലികോപ്റ്റർ തെളിഞ്ഞു. അത് കുറേ കൂടെ വ്യക്തമാകത്തക്ക വിധത്തിൽ അയാൾ ഫോക്കസ് ചെയ്തു. പകൽ നേരത്ത് ഹൈറേഞ്ചിന് മുകളിലൂടെ പറന്ന ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യം ഒരു ഉപഗ്രഹം വഴി ടേപ്പ് ചെയ്തതായിരുന്നു അത്. കമ്പ്യൂട്ടറും കൂറ്റൻ സ്ക്രീനും ഓഫ് ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് എണീറ്റു. ഉദ്യമം പൂർത്തിയാകും മുമ്പ് എല്ലാം തകരാൻ പോകുകയാണോ? എങ്കിലും ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് വിശ്വസിക്കാനാണ് അയാൾ ഇഷ്ടപ്പെട്ടത്. രാത്രി കനത്തിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തോട് ചേർന്നുള്ള എയർഫോഴ്സ് ഓഫീസിന് മുന്നിൽ അപ്പോൾ CBI മേധാവിയും ഡേവിഡ്സണും കാതറിനുമുണ്ടായിരുന്നു. തൊട്ടു മുന്നിൽ പറക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഹെലികോപ്റ്റർ. ഡേവിഡ്സൺ മേധാവിക്ക് ഷേക്ക് ഹാൻഡ് നൽകി. കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല സാർ. പക്ഷേ ഒന്നുണ്ട്, ഒരിക്കലും നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തൊരു രഹസ്യമായിരിക്കും വെളിപ്പെടാൻ പോകുന്നത്. ബെറ്റ്സ് ഓഫ് ലക്ക്. നേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും പൈലറ്റും എത്തി. പുറപ്പെടുകയല്ലേ? യെസ്. ഡേവിഡ്സണും കാതറിനും തങ്ങളുടെ ബാഗുകൾ പുറത്തു ബന്ധിച്ചു. ഒരിക്കൽ കൂടി മേധാവിയോട് യാത്ര പറഞ്ഞ് ഹെലികോപ്റ്ററിൽ കയറി. വാതിലുകൾ അടഞ്ഞു. പ്രൊപ്പല്ലറുകൾ ചലിച്ചു. ഇരുളിനെ തുളച്ചുകൊണ്ട് ഭീമാകാരനായ ഒരു പക്ഷിയെപ്പോലെ അത് ആകാശത്തേക്ക് ഉയർന്നു. എയർപോർട്ടിലെയും നേവിയുടെ ഓഫീസിന് മുകളിലെയും ലൈറ്റുകൾ അകലെ മറയുന്നത് കാതറിൻ കണ്ടു.
പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു ഇത്. കേന്ദ്രവുമായി ഉടനെ ബന്ധപ്പെട്ട് അനുവാദം വാങ്ങുകയായിരുന്നു. അല്ലെങ്കിൽ രഹസ്യങ്ങൾ ചോർന്നു പോയേക്കാനിടയുണ്ട് എന്ന ഭീതിയായിരുന്നു ഏറെ. മാത്രമല്ല സദാ തങ്ങളെ നിരീക്ഷിക്കുന്ന കണ്ണുകളുമുണ്ട്. മണിക്കൂറുകൾ. ഡേവിഡ്സൺ വാച്ച് നോക്കി. സമയം 3:10. കൺട്രോൾ റൂമിലെ ടി.വിയിൽ ആകാശത്തുകൂടി പരുന്തിനെ പോലെ പറന്നുവരുന്ന ഹെലികോപ്റ്ററിൻ്റെ ചിത്രം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മെല്ലിച്ച മനുഷ്യൻ. അയാളുടെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം പാറി വീണു. അനുനിമിഷം അത് ജ്വലിക്കാൻ തുടങ്ങി. അണപ്പല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദമുയർന്നു. വാ വാ, ഒരു ഉന്മാദിയെപ്പോലെ അയാൾ പറഞ്ഞു. ഇനി നിന്നെ തിരിച്ചുവിടുന്ന പ്രശ്നമില്ല. അയാൾ കമ്പ്യൂട്ടറിലേക്ക് നോക്കി. ഹെലികോപ്റ്ററിൻ്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. അനന്തരം ഒരു സ്വിച്ച് അമർത്തി. പെട്ടെന്ന് മുൾക്കാടുകൾക്കിടയിൽ ഒരു ചെറിയ പാറ പിളർന്നു. അത്യുഗ്രമായ ഒരു ഇരമ്പലോടെ ഒരഭൗമിക പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഒരു മിസൈൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അപകടം ആസന്നമാകുന്നത് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് കണ്ടു. ഡേവിഡ്സണും കാതറിനും കണ്ടു. മൂവരും എന്തോ വിളിച്ചു പറഞ്ഞു. ആ ക്ഷണം പൈലറ്റ് ഒരു ലിവർ തട്ടി. മിസൈൽ ഹെലികോപ്റ്ററിൽ വന്ന് തുളഞ്ഞിറങ്ങി. അതിഭയങ്കരമായൊരു സ്ഫോടനം. അതിൻ്റെ അലകൾ സെക്കൻഡുകളോളം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഹെലികോപ്റ്റർ 100,000 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. ഓരോ ഭാഗത്തെയും അഗ്നി ഒരു വലയമായി പൊതിഞ്ഞിരുന്നു. അമിട്ട് പൊട്ടുന്നതുപോലെ അന്തരീക്ഷം പ്രകാശമാനമായി. പിന്നെ തീക്കനലുകളുമായി ഹെലികോപ്റ്ററിൻ്റെ ഭാഗങ്ങളും മനുഷ്യ ശരീരഭാഗങ്ങളും താഴേക്ക് പതിച്ചു. ഒരു നിമിഷത്തിൻ്റെ 100-1 സമയം കൊണ്ടായിരുന്നു ആ രക്ഷപ്പെടൽ എന്ന് ഡേവിഡ്സണ് തോന്നി. കത്തിയെരിഞ്ഞുകൊണ്ട് ഒരു മിസൈൽ ഇരുളിനെ തുളച്ചുകൊണ്ട് പാഞ്ഞു വരുന്നത് ഒരു മിന്നായം പോലെയാണ് കണ്ടത്. സ്വന്തം ജീവൻ നശിപ്പിക്കേണ്ടി വന്നെങ്കിലും ആ സെക്കൻഡിൽ തന്നെ പൈലറ്റ് അവസരത്തിനൊത്ത് ഉയർന്നതുകൊണ്ട് മാത്രമാണ് തങ്ങളിപ്പോഴും ജീവനോടെ ബാക്കിയിരിക്കുന്നത്. ഡേവിഡ്സൺ താഴേക്ക് നോക്കി. താഴെ വിമാനത്തിൻ്റെ തീപിടിച്ച ഭാഗങ്ങൾ ചിതറിപ്പോകുന്നത് കണ്ടു. പാരച്യൂട്ട് അയാളെയും കൊണ്ട് അപ്പോൾ വടക്കോട്ട് നീങ്ങുകയായിരുന്നു. അല്പം അകലെ ഇരുട്ടിൻ്റെ കട്ടിയുള്ള ഒരു കുടൽ പോലെ കാതറിനും പറന്നു പോകുന്നുണ്ടായിരുന്നു. ഏറെ പ്രത്യേകതയുള്ള ഒരു ഹെലികോപ്റ്ററായിരുന്നു അത്. സീറ്റിനെയും തങ്ങളെയും ഒരേപോലെയാണ് അത് മുകളിലേക്ക് തെറിപ്പിച്ചത്. അതിനു മുമ്പേ ഹെലികോപ്റ്ററിൻ്റെ മേൽമൂടി തെറിച്ചു പോയിരുന്നു. സീറ്റിൽ ചേർത്ത് തയ്യാറാക്കിയിരുന്ന പാരച്യൂട്ട് കൊളുത്തുകൾ തൻ്റെ ശരീരത്തിൽ ഉറപ്പിക്കാനും കഴിഞ്ഞു. കാതറിനും അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. കാരണം തൻ്റെ ഇരിപ്പിടം താഴേക്ക് പോയത് ഇടയ്ക്ക് ഒരു മിന്നൽ പോലെ അറിഞ്ഞിരുന്നു. വടക്കോട്ടായിരുന്നു കാറ്റ്. അതിനനുസരിച്ച് പാരച്യൂട്ട് നീങ്ങുകയും ഒപ്പം താഴുകയും ചെയ്തുകൊണ്ടിരുന്നു. വിഷമുള്ളുകൾക്കിടയിൽ ചെന്ന് പതിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ ഡേവിഡ്സൺ ചിന്തിച്ചത്. നിഗൂഢ താവളത്തിനുള്ളിലെ ടി.വിയുടെ കളർ സ്ക്രീനിൽ പൊട്ടിത്തെറിച്ച ഹെലികോപ്റ്ററിൻ്റെ അവസാനത്തെ കഷ്ണത്തിൻ്റെ ചിത്രവും മറഞ്ഞു. മെല്ലിച്ച മനുഷ്യൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വയം ചിരിച്ചു. സ്കൗണ്ട്രൽസ്. റോയും BSSും ഒരു പുല്ലനും എന്നെ ഒന്നും ചെയ്യാനായില്ല. അയാൾ ഒരു തടിച്ച ചുരുട്ട് ചുണ്ടുകൾക്കിടയിൽ തിരുകി. എങ്കിലും കാണാതായ ഹെലികോപ്റ്ററിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകും എന്ന കാര്യത്തിൽ അയാൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ 7 വർഷങ്ങളായി നടത്തിവരുന്ന പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിച്ചേരാറായിരിക്കുന്നു. ഇനി ഏറിയാൽ ഒരാഴ്ച. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഒരു പൗരൻ മുള്ളണമെങ്കിൽ പോലും തൻ്റെ ആജ്ഞ കിട്ടേണ്ടി വരും എന്ന സാഹചര്യം സംജാതമാകുവാൻ പോകുന്നു. ഉൾക്കടമായ ആഹ്ലാദത്തോടെ അയാൾ തൻ്റെ റിവോൾവിംഗ് ചെയറിൽ നിന്നും എണീറ്റു. പിന്നെ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന ലിഫ്റ്റിൽ കയറി. സ്വിച്ച് അമർത്തി ലിഫ്റ്റ് താഴേക്ക് പോയി. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിറഞ്ഞ പ്രകാശമുള്ള ഒരു മുറിയിലെത്തി. ഗ്ലാസ് പോലെ തോന്നിക്കുന്ന ഭിത്തികൾ. അവയിൽ ലൈറ്റുകൾ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഒരിടത്തും ഒരല്പം പോലും പൊടിയോ ചെളിയോ കാണാനില്ല. അത്രമാത്രം വൃത്തിയും സൂക്ഷ്മതയും. ഒരു മനുഷ്യൻ അവിടെയിരുന്ന് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞ വസ്ത്രങ്ങളും തൊപ്പിയും ധരിച്ചവൻ. ആഗതനെ കണ്ടു ഒരു യന്ത്രം കണക്കെ അയാൾ എണീറ്റ് വണങ്ങിയിട്ട് പിന്നെയും ജോലി തുടർന്നു. മെല്ലിച്ച മനുഷ്യൻ മുന്നോട്ട് നീങ്ങി. ഭിത്തി തനിയെ നിരങ്ങി മാറി ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അപ്പുറം കടന്നതും വാതിൽ അടഞ്ഞു. മിനുസമുള്ള ഇടനാഴിയിലൂടെ അയാൾ മുന്നോട്ട് നീങ്ങി. അടഞ്ഞു കിടന്നിരുന്ന വാതിലിന് മുന്നിൽ ഭിത്തിയിൽ ഉണ്ടായിരുന്ന സ്വിച്ച് അമർത്തി. വാതിൽ തുറക്കപ്പെട്ടു. തല കുമ്പിട്ടിരിക്കുകയായിരുന്ന മെറീന തല തിരിച്ചു നോക്കിയത് ആ മുഖത്തേക്കാണ്. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അയാൾ പറയുന്നത് കേട്ട് അവൾ കിടുങ്ങി. ജീവനെങ്കിലും ഇയാൾ ബാക്കി വയ്ക്കുമോ? അവളുടെ മിഴുത്തുമ്പുകളിൽ 2 നീർത്തുള്ളികൾ തിളങ്ങി. വാതിൽ അടഞ്ഞു. പിറ്റേന്ന് പ്രഭാതം. ഭാഗ്യം ഇപ്പോഴും തങ്ങളോടൊപ്പമാണെന്ന് ഡേവിഡ്സണും കാതറിനും അറിഞ്ഞു. അല്ലെങ്കിൽ വിഷമുള്ളുകൾ നിറഞ്ഞ ഈ വനത്തിനുള്ളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഇങ്ങനെ ഒരു രക്ഷപ്പെടൽ സാധ്യമാകുമായിരുന്നോ? ഓർക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. കാറ്റ് തങ്ങളെ വിഷമുള്ളുകൾക്കിടയിലേക്ക് തന്നെയാണ് തള്ളിക്കൊണ്ടുവന്നത്. കീശയിൽ നിന്നും ടോർച്ചെടുത്ത് താഴേക്ക് തെളിച്ചപ്പോൾ മൂർത്ത വിഷമുള്ളുകൾ കണ്ടതുമാണ്. പക്ഷേ ആ സമയം കാറ്റ് ഇത്തിരി കൂടിയൊന്ന് ആഞ്ഞു വീശി. വെള്ളച്ചാട്ടത്തിൻ്റെ ഹുങ്കാരം തൊട്ടരികിൽ നിന്നെന്ന വണ്ണം കേട്ടു. മറ്റൊരിടത്തും കാൽ കുത്താൻ പോലും കഴിയാത്തത്ര മുൾച്ചെടികൾ. കാന്തം ഇരുമ്പിനെ പിടിച്ചടുപ്പിക്കും പോലെയാണ് തോന്നിയത്. കാരണം പാരച്യൂട്ടുകൾ ജലപാതത്തിൻ്റെ പിടിയിലായി. കുത്തനെ താഴേക്ക്. അറിയാവുന്ന ഈശ്വരന്മാരെയൊക്കെ വിളിച്ചുപോയി. എന്തുമാത്രം താഴെയാവും പതിക്കുക? ഏതായാലും നല്ല ആഴമുള്ള ഭാഗമായിരുന്നു. വീഴ്ചയുടെ ശക്തിയിൽ അനേകം മീറ്ററുകളോളം വെള്ളത്തിൽ താഴേക്ക് പോയിട്ടുണ്ടാവണം. പാരച്യൂട്ട് വെള്ളത്തിലും ഒരു കുട പോലെ കിടന്നതിനാൽ താഴേക്കുള്ള പോക്ക് പെട്ടെന്ന് നിന്നു. പിന്നെ പതിയെ മുകളിലേക്ക് ഉയർന്നു.
ഡേവിഡ്സണും കാതറിനും മുഖാമുഖം നോക്കി പാറപ്പുറത്തിരുന്നു. സൂര്യകിരണങ്ങൾ ഇരുവരെയും അങ്ങോട്ടെത്തി നോക്കിയിട്ടില്ല. എങ്കിലും വെളിച്ചമുണ്ട്. മഞ്ഞും രണ്ടുപേരെയും തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാഗുകൾ തോളിൽ ഉറപ്പിച്ചിരുന്നതിനാൽ സാധനങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. എന്നാൽ ചില സാധനങ്ങൾ നനഞ്ഞു പോയി എന്ന് മാത്രം. കാതറിൻ തൻ്റെ ബാഗിനുള്ളിൽ ഒന്നിൽ നിന്ന് ഫ്ലാസ്ക് എടുത്തു. അതിനുള്ളിൽ ചായ കരുതിയിരുന്നത് നന്നായി. ഫ്ലാസ്കിൻ്റെ അടപ്പുകളിൽ പകർന്ന് ഇരുവരും ചായ കുടിച്ചു. തങ്ങളൊരു ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്ന പ്രതീതിയാണ് ഇരുവർക്കും തോന്നിയത്. കാരണം ജലപാതം ഉള്ള സ്ഥലത്ത് മാത്രമാണ് കുറെ വൃത്തത്തിൽ ആകാശം കാണുവാൻ കഴിയുന്നത്. ഒരു ഭാഗം ചെങ്കുത്തായ പാറകളും ബാക്കി 3 ഭാഗങ്ങൾ വിഷമുള്ളുകൾ നിറഞ്ഞ പ്രദേശവുമാണ്. അതുവഴിയൊന്നും രക്ഷപ്പെടാനാവില്ല. ജലം ഒഴുകിപ്പോകുന്ന വലിയ അരുവിയിലേക്ക് പോലും മുള്ളുകൾ വളർന്ന് ഇറങ്ങിക്കിടക്കുകയാണ്. അതിനാൽ അരുവി കാണാൻ കഴിയുന്നതേയില്ല. പിന്നെ ജലത്തിൻ്റെ ഒഴുക്ക് കാണുന്നതിനാൽ മാത്രമാണ് അരുവിയെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരിക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടും? അല്പം ചായ കൂടി പകർന്നു കുടിക്കുന്നതിനിടയിൽ കാതറിൻ ഡേവിഡ്സനെ നോക്കി. അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അരുവിയിലേക്ക് വിഷമുള്ളുകൾ വളർന്ന് ഇറങ്ങി ഇല്ലായിരുന്നെങ്കിൽ ആ മാർഗം പരീക്ഷിക്കാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല താനും. വസ്ത്രങ്ങൾ നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നതിനാൽ ചായ കുടിച്ചിട്ടും യാതൊരു ചൂടും തോന്നുന്നില്ല. ഐസിൻ്റെ തണുപ്പായിരുന്നു ആ ജലത്തിന്. പാരച്ചൂട്ട് അതിലൂടെ ഒഴുകി പോവുകയും ചെയ്തു. ഇനി അധിക നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ തണുത്ത് മരവിച്ച് പോകുമെന്ന് ഇരുവർക്കും തോന്നി. മാറി ധരിക്കുവാൻ ഓരോ ജോഡി ഡ്രസ്സുകൾ കരുതിയിരുന്നതും നനഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ വെയിൽ നാളങ്ങൾ എത്തണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ കഴിയേണ്ടി വരും. വെയിൽ വന്നാൽ തന്നെ അധിക നേരം ഇവിടെ അത് തങ്ങി നിൽക്കുകയുമില്ല. ഭൂമിയുടെ കിടപ്പ് അങ്ങനെയാണ്. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് കാതറിന് തോന്നി. അവൾ മുകളിലേക്ക് നോക്കി. ജലപാതങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങൾക്ക് ഒരു പുത്തൻ പുൽനാമ്പിൻ്റെ വലിപ്പമേ തോന്നിയിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ തകർന്നതറിഞ്ഞ് ആരെങ്കിലും തിരച്ചിൽ നടത്തുമ്പോൾ നമ്മെ കണ്ടെത്താനായാൽ ഒരുപക്ഷെ ഈ ജന്മത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യമായിരിക്കും അത്. കാതറിൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പക്ഷേ അത്രയും ഉയരത്തിൽ നിന്നും ദൂരദർശിനിയുടെ അല്ലാതെ നോക്കിയാൽ 2 പുഴുക്കളെപ്പോലെ പോലും തങ്ങളെ കാണാൻ സാധിക്കില്ല. സമയമെഴിഞ്ഞു. സൂര്യകിരണങ്ങൾ അവിടേക്ക് കടന്നു വന്നു. ഡേവിഡ്സൺ വാച്ച് നോക്കി. സമയം 11:30. 1 മണിക്കൂറോളം നമുക്ക് വെയിൽ കിട്ടിയേക്കും പറഞ്ഞുകൊണ്ട് അയാൾ ആദ്യം ബാഗിൽ നിന്നും നനഞ്ഞ വസ്ത്രങ്ങളും മറ്റുമെടുത്ത് പാറയിൽ നിരത്തി. കാതറിനും അങ്ങനെ തന്നെ ചെയ്തു. അനന്തരം അവർക്ക് തങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അഴിച്ചു വിരിക്കേണ്ടി വന്നു. പാറയിൽ വെയിൽ നാളങ്ങളേറ്റ് മലർന്നു കിടക്കുകയായിരുന്നു അപ്പോൾ അവർ. വെയിൽ നാളങ്ങളകന്നു. അവർ അപ്പോഴും പാറപ്പുറത്ത് മറ്റെല്ലാം വിസ്മരിച്ച് കിടക്കുകയായിരുന്നു. ജലപാതത്തിൻ്റെ ഹുങ്കാരത്തിനിടയിൽ ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടോ? ഇരുവരും ഞെട്ടിത്തിരിഞ്ഞ് ചാടി എണീറ്റു. കുന്നിനെ ചുറ്റി ഒരു ഹെലികോപ്റ്റർ അകന്നു പോകുന്നതാണ് കണ്ടത്. കടുത്ത നിരാശ തോന്നി. തങ്ങൾ നേരത്തെ ഹെലികോപ്റ്റർ കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കുമായിരുന്നു എന്നൊരു വിശ്വാസം മാത്രം അവർക്കുണ്ടായി. ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററായിരുന്നു എന്ന് തോന്നുന്നു. ഇനിയും അത് മടങ്ങി വന്നേക്കും എന്ന് കരുതി അവർ ധൃതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചു. അവ നന്നായി ഉണങ്ങിയിരുന്നു. ബാക്കിയുള്ള വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ബാഗുകളിലാക്കി കാത്തിരിപ്പ് തുടർന്നു. ഒരിക്കൽ കൂടി ഹെലികോപ്റ്റർ കണ്ടു. പക്ഷേ അത് വളരെ അകലെയായിരുന്നു. അവർ കൈവീശി കാണിച്ചു. കൂക്കി വിളിച്ചു നോക്കി. എല്ലാ ശ്രമങ്ങളും വിഫലമായതേയുള്ളൂ. സമയം കടന്നു പോകുകയാണ്. അവർക്ക് വിശപ്പും ദാഹവും ഏറി. കരുതിയിരുന്ന ഭക്ഷണവും വെള്ളവും കുടിച്ചു. എങ്ങനെ രക്ഷപ്പെടും? അതുമാത്രം അവർക്ക് മുന്നിൽ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി. ഡേവിഡ്സൺ തൻ്റെ വയർലെസ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ പരിധിക്കും അപ്പുറമായിരുന്നു രക്ഷാസ്ഥാനങ്ങൾ. നിരാശനായ അയാൾ ജലപാതത്തിലേക്ക് തുറച്ചു നോക്കിയിരുന്നു. നേരം സന്ധ്യ മയങ്ങുകയാണ്. പൊടുന്നനെ ജലപാതത്തിനടിയിൽ ഒരു ചലനമുണ്ടായതുപോലെ തോന്നി. ഡേവിഡ്സൺ കാതറിനെ വലിച്ചുകൊണ്ട് ഒരു പാറയ്ക്ക് പിന്നിലേക്ക് മാറി. പിന്നെ ഇരുവരും വെള്ളച്ചാട്ടത്തിന് നേരെ സൂക്ഷിച്ചു നോക്കി. ജലപ്പരപ്പിന് ഉദ്ദേശം 10 അടിയോളം മുകളിലായി ജലപാതത്തിന് പിന്നിൽ ഒരു പാറ നിരങ്ങി മാറിയതുപോലെ വലിയ വാതിൽ പ്രത്യക്ഷപ്പെട്ടോ? മഞ്ഞും നേരിയ ഇരുട്ടുമാണ് അവിടെ. ഡേവിഡ്സൺ തൻ്റെ അത്യന്താധുനികമായ പിസ്റ്റൾ എടുത്തു. അവരുടെ സംശയം ശരിയായിരുന്നു. അവിടെ ഒരു വാതിൽ തന്നെയായിരുന്നു. അതുവഴി കുറേ മനുഷ്യരൂപങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് കണ്ടത്. മഞ്ഞ വസ്ത്രം അണിഞ്ഞവർ. ഒരു സംഘം ആൾക്കാർ. 25 പേരിൽ കുറയില്ല. ഡേവിഡ്സണും കാതറിനും തങ്ങളുടെ ഹൃദയമിടിപ്പ് സ്വയം കേൾക്കാം എന്ന അവസ്ഥയായി. അവർ തങ്ങളുടെ ബാഗുകൾ വലിച്ചെടുത്തു. പാറയ്ക്ക് പിന്നിലേക്ക് മാറി. അത്ര വേഗം തങ്ങളെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഒതുങ്ങി നിന്നു. വാതിലുണ്ടായ ഭാഗത്തു നിന്നും പടികളുള്ള ചരിഞ്ഞ പ്രതലം തങ്ങൾ ഇരിക്കുന്ന വലിയ പാറയ്ക്കരികിലേക്ക് നീണ്ടുവരുന്നത് ഡേവിഡ്സണും കാതറിനും കണ്ടു. ഒരു ഗോവണിയിലൂടെ എന്ന വണ്ണം മഞ്ഞ വസ്ത്രം ധരിച്ചവർ പാറപ്പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരിൽ ആരും തന്നെ ഇന്ത്യൻ വംശജർ അല്ലെന്ന് തോന്നി. ഡേവിഡ്സൺ പിസ്റ്റൾ അവർക്ക് നേരെ ചൂണ്ടി. ഏതു നിമിഷവും നിറയൊഴിക്കാൻ പാകത്തിൽ ഇരുന്നു. എല്ലാവരും പാറപ്പുറത്തെത്തി. കാതറിൻ എണ്ണി 27 പേർ. തങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു മുന്നിൽ. 27 പേർ. അതും നിഗൂഢകരമായ ഈ മലയ്ക്കുള്ളിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു. പാറപ്പുറത്തിറങ്ങിയ അവർ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയിട്ട് സന്തോഷത്തോടെ ജലപാതത്തിലേക്ക് കുതിച്ചു ചാടുകയാണ്. ഇവിടെ വിളറിയതുപോലെ വെളുത്ത ശരീരവും ചെമ്പത്തലമുടിയും വെളുത്ത കണ്ണുകളും ഉള്ളവരുമായിരുന്നു ഏറെ. നീന്തിത്തുടിച്ച് കുടിക്കുന്നതിനിടയിൽ അവർ വ്യക്തമാകാത്ത ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിത്രങ്ങൾ മാറി വരികയാണെന്ന് തോന്നുന്നു. ചിന്തകളും പ്രതീക്ഷകളും സത്യങ്ങളും ഒക്കെ മാറിയേക്കും. പതിഞ്ഞ ശബ്ദത്തിൽ ഡേവിഡ്സൺ പറഞ്ഞു.
ഇവരിൽ ഭൂരിഭാഗവും അമേരിക്കൻ വംശജരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശത്രുസ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്കെങ്കിലും പാകിസ്ഥാനെയും ചൈനയെയും മാറ്റേണ്ടി വന്നേക്കും. പകരം വൈറ്റ് ഹൗസിലെ കനത്ത രക്ഷാ വലയത്തിനുള്ളിലിരിക്കുന്ന ഭീകരന്മാരുടെ മുഖം മനസ്സിലേറ്റേണ്ടിയും വരും. നടുക്കത്തോടെ കാതറിൻ ഡേവിഡ്സണിനെ നോക്കി. അതെ, നമ്മുടെ ശ്രദ്ധയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു കളിയാണോ ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. അവൾ മിണ്ടിയില്ല. ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരു തുറന്ന വാതിലുണ്ട്. അതിലൂടെ നമ്മളും അകത്ത് കടന്നേ പറ്റൂ. എങ്ങനെ? ഡേവിഡ്സൺ ഉത്തരം പറഞ്ഞില്ല. പകരം പാറയുടെ മറവിൽ നിന്നും പതിയെ മാറി തറയിൽ കിടന്നുകൊണ്ട് നിരങ്ങി മുന്നോട്ട് നീങ്ങി. അവിടെ അഴിച്ചുവെച്ചിരുന്ന 2 പേരുടെ വസ്ത്രങ്ങൾ നീക്കിയെടുത്തു. ഇത് ധരിക്കൂ, വേഗം. നമ്മൾ പിടിക്കപ്പെട്ടില്ലേ? വരുന്നിടത്ത് വെച്ച് കാണാം. ഇരുവരും ആ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു. തൊപ്പിയും കൂടി വെച്ചു കഴിഞ്ഞപ്പോൾ അവരും ആ സംഘത്തിൽപ്പെട്ടവരെ പോലെ തോന്നിച്ചു. തൽക്കാലം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം കരുതിയിട്ട് ബാക്കി മാറ്റിവെക്കാം. അവർ ആയുധങ്ങളും വയർലെസ് സെറ്റുകളും മറ്റും കരുതി ബാഗുകൾ മാറ്റിവെച്ചു. നേരം സന്ധ്യയാവുകയാണ്. ഡേവിഡ്സൺ ജലത്തിലേക്ക് നോക്കി. അവരിൽ 2 പേർ കരയ്ക്ക് കയറിക്കൂടാ. സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റൾ ജലത്തിലേക്ക് മുങ്ങാൻ ഭാവിച്ച ഒരുവൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടി കാഞ്ചു വലിച്ചു. താണുപോയ മനുഷ്യൻ ഉയർന്നു വന്നില്ല. വെള്ളത്തിൽ ചോര കലരുന്നത് സന്ധ്യ നേരത്ത് ആരും കണ്ടുമില്ല. അത്തരത്തിൽ ഒരാളെ കൂടി ഡേവിഡ്സൺ തീർത്തു. ഇപ്പോൾ ആദ്യ ഭാഗം വിജയിച്ചു. കുളി കഴിഞ്ഞ് അവർ കരയ്ക്ക് കയറാൻ തുടങ്ങി. എല്ലാവരും ഡ്രസ് ചെയ്തു. പാറപ്പുറത്തെ വസ്ത്രങ്ങളൊന്നും അവശേഷിക്കാത്തതിനാൽ തങ്ങളിൽ 2 പേർ കുറവുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. ഇങ്ങോട്ടിറങ്ങിയ പ്രതലത്തിലൂടെ അവർ അങ്ങോട്ട് കയറി തുടങ്ങി. ശബ്ദമുണ്ടാക്കാതെ ഡേവിഡ്സണും കാതറിനും അവർക്കൊപ്പമെത്തി. അവരിൽ 2 പേരായി തന്നെ ഉള്ളിൽ കടന്നു. ഇങ്ങനെ ഇനിയൊന്ന് കുളിക്കണമെങ്കിൽ 6 മാസം കഴിയണം. അവരുടെ അവ്യക്തതയുള്ള ഇംഗ്ലീഷിൽ നിന്നും ഡേവിഡ്സൺ അത്രയും കേട്ടു. എല്ലാവരും അകത്ത് കടന്നപ്പോൾ ആ പ്രതലം അവർ വലിച്ച് അകത്തിട്ടു. ഉടനെ അതുവരെ ഉണ്ടായിരുന്ന വാതിൽ അടയുകയും ചെയ്തു. മുന്നിൽ വെളിച്ചമുള്ള ഇടനാഴി. അവർ നടന്നു. നിമിഷങ്ങൾ കഴിയുന്തോറും അവരുടെ ഇംഗ്ലീഷ് ഡേവിഡ്സണും കാതറിനും നന്നായി പിടികിട്ടി തുടങ്ങി. 5 മിനിറ്റോളം നടന്നു. ഡേവിഡ്സണും കാതറിനും എല്ലാം നോക്കി പഠിക്കുന്നുമുണ്ടായിരുന്നു. അവർ വിശാലമായൊരു ഹാളിലെത്തി. ഇനി നിങ്ങൾക്ക് ജോലി തുടരാം. എവിടെ നിന്നോ അനൗൺസ്മെൻ്റ് ഉണ്ടായി. കൂടെ വന്നവർ പല വാതിലുകളിലൂടെ മറഞ്ഞു. ഡേവിഡ്സണും കാതറിനും മാത്രം ബാക്കിയായി. എവിടേക്ക് പോകണം അവർക്ക് പിടികിട്ടിയില്ല. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ തങ്ങൾ എത്രയും വേഗത്തിൽ പിടിയിലാകും എന്ന കാര്യത്തിൽ അവർക്ക് സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നിൽ കണ്ട മാർഗത്തിലൂടെ അവരും നീങ്ങി. ഈ മലയ്ക്കുള്ളിൽ ഇത്ര ആധുനികമായ ഒരു സങ്കേതം സ്ഥാപിച്ച ശക്തി അത്ര നിസ്സാരമല്ലെന്ന് അവർക്കുറപ്പായി. ആരും പരസ്പരം മിണ്ടിയില്ല. കാരണം ഏതെങ്കിലും ട്രാൻസ്മിറ്റർ അത് ചോർത്തിയാലോ? അവർ എത്തിയത് വർക്ക്ഷോപ്പ് പോലെ ധാരാളം ഉപകരണങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു ഭാഗത്താണ്. ഏതാനും ആൾക്കാർ അവിടെ ജോലി നോക്കുന്നുണ്ടായിരുന്നു. ശത്രുഭയം അവിടെ തെല്ലും ഇല്ലെന്ന് തോന്നി. അല്ലെങ്കിൽ തോക്കേന്തിയ കാവൽക്കാർ കാണുമായിരുന്നല്ലോ. എന്നാൽ അവിടെ എന്തു സംഭവിച്ചാലും ഉടൻ അതറിയത്തക്ക വിധത്തിലുള്ള കൺട്രോൾ സംവിധാനം അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഡേവിഡ്സണിന് അറിയാമായിരുന്നു. മുന്നിൽ ഒരു ദൃശ്യം കണ്ട് കാതറിൻ നടുക്കത്തോടെ ഡേവിഡ്സണിൻ്റെ കയ്യിൽ പിടിച്ചു. അയാളും അത് കണ്ടിരുന്നു. ഒരു കൂറ്റൻ സ്റ്റാൻഡിൽ വിക്ഷേപണത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു റോക്കറ്റ്. അതിനപ്പുറത്ത് പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഹ്യാകാശ പേടകം. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന ഭാവത്തിൽ, എന്നാൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടം കടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു അവർ. പക്ഷേ തൊട്ടടുത്തുള്ള അരഭിത്തിക്ക് അപ്പുറത്തു നിന്നും 2 ഭീമൻ കൈകൾ നീണ്ടുവന്നു. അപകടം അറിയും മുമ്പ് അത് അവരെ കുരുക്കി. കിടുങ്ങിപ്പോയി ഇരുവരും. എന്താണുണ്ടായതെന്ന് അറിയുമ്പോഴേക്കും 2 ക്രെയിൻ മാതിരി ആ കൈകൾ അവരെ അപ്പുറം എത്തിച്ചിരുന്നു. അവരുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. തങ്ങൾ സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത ഒരു ജന്തുവാണതെന്ന് അവർക്ക് തോന്നി. മനുഷ്യൻ്റെ രൂപവും ആനയുടെ ശരീരവും ഉള്ള ജന്തു. ഭീകര വലിപ്പമുള്ള ഗറില്ലയോ? 2 പൂച്ചക്കുഞ്ഞുങ്ങളെ എടുക്കുന്ന ലാഘവത്തോടെയാണ് അത് അവരെ പിടിച്ചുകൊണ്ട് നടന്നു പോയത്. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. ഡേവിഡ്സൺ പിസ്റ്റൾ വലിച്ചെടുത്തു. ആ ജന്തുവിൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന ശരീരഭാഗം ഞെരിഞ്ഞ് തകരുകയാണ്. ഡേവിഡ്സൺ അതിൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. അവിടെ ദ്വാരം ഉണ്ടാകുന്നതും ബുള്ളറ്റ് അകത്തേക്ക് കടന്നു പോകുന്നതും അയാൾ കണ്ടു. അതുവഴി ചോര കിനിഞ്ഞു വന്നു. പക്ഷേ ആ ജന്തുവിനാകട്ടെ അങ്ങനെയൊന്നും സംഭവിച്ച ഭാവമേ ഉണ്ടായിരുന്നില്ല. താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിനെ വീഴ്ത്താനാവില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. ഉടനെ എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ ചെന്നെത്തുന്നത് ഏറ്റവും ഭീകര വിപത്തിലായിരിക്കും. കാതറിനാണെങ്കിൽ ആ ജന്തുവിൻ്റെ പിടിയിൽ അമർന്നതോടുകൂടി പകുതി ജീവൻ നഷ്ടപ്പെട്ട രൂപത്തിലായിരുന്നു. ഡേവിഡ്സൺ പെട്ടെന്ന് തൻ്റെ കീശയിൽ നിന്നും ലേസർ ഗൺ വലിച്ചെടുത്ത് ആ ജന്തുവിൻ്റെ ശിരസിന് നേരെ തിരിച്ച് ട്രിഗർ അമർത്തി. ഹോ, അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ജന്തുവിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം കരിഞ്ഞുപോയി. വായ് പിളർന്ന് അത് ഉഗ്രമായി അലറി. ആ താവളം തന്നെ അതിൻ്റെ ഒച്ചയിൽ കിടുങ്ങി നിലപതിക്കുമെന്ന് തോന്നി. അതിൻ്റെ വായിലെ മൂർത്ത പല്ലുകളിൽ ചോരയുടെ തിളക്കം ഒരു മിന്നൽ പോലെ ഡേവിഡ്സൺ കണ്ടു. പക്ഷേ അപ്പോഴേക്കും മരണവെപ്രാളത്തിനിടയിൽ അർദ്ധബോധം മാത്രമുള്ള ആ ജന്തു അവരെ വലിച്ചെറിഞ്ഞു. ഗ്ലാസ് പോലെയുള്ള ഒരു ഭിത്തിയിൽ ചെന്നിരിച്ച് ഇരുവരും താഴെ വീണു. പെട്ടെന്നൊന്നും എണീക്കാൻ അവർക്കായില്ല. ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിയ വേദനയായിരുന്നു. ഒരു വിധത്തിൽ ഡേവിഡ്സൺ തല തെരിച്ചു നോക്കി. സ്ഥലകാലബോധം നഷ്ടമായ ആ ജന്തു പാഞ്ഞു പോകുന്നത് കണ്ടു. ഡേവിഡ്സൺ എണീറ്റു. അയാളുടെ കാലുകൾ വേച്ചുപോയി. കാതറിൻ അർദ്ധബോധാവസ്ഥയിൽ എന്നവണ്ണം കിടക്കുകയാണ്. ഭിത്തിയിൽ പിടിച്ച് നേരെ നിന്നിട്ട് അയാൾ അവൾക്കരികിലെത്തി. കാതറിൻ,
കാതറിൻ. അവൾ മൂളി. അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കമോൺ. അവൾക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. അവളെ താങ്ങിക്കൊണ്ട് മുന്നിൽ കണ്ട വഴിയിലൂടെ അയാൾ കഴിയും വേഗം നീങ്ങി. എന്നാൽ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഭിത്തിയിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നതും ഡ്രാക്കുളയുടെ മുഖമുള്ള മെലിഞ്ഞ ഒരു മനുഷ്യൻ ധൃതിയിൽ പുറത്തു വരുന്നതും കണ്ട ഡേവിഡ്സൺ കാതറിനെ ഒരു തൂണിന് പിന്നിലേക്ക് വലിച്ചു മാറ്റി. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് കാത്തുനിന്നു. ആ മനുഷ്യൻ ഭിത്തിയിലുണ്ടായിരുന്ന സ്വിച്ചിൽ വിരലമർത്തി വാതിൽ അടച്ചിട്ട് വോക്കി ടോക്കിയുടെ ധൃതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പരിസരം പോലും മറന്ന് ഓടിപ്പോയി. ആ മുഖം ഒരു സെക്കൻഡ് ഡേവിഡ്സൺ കണ്ടു. അയാളുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. വിശ്വസിക്കാൻ തന്നെ പ്രയാസം. അത് ആ ഭീകരൻ തന്നെയോ? റൊണാൾഡ് ഹിഗിറ്റ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനും ഭീകരനുമായ ശാസ്ത്രജ്ഞൻ. ഒരിക്കൽ വൈറ്റ് ഹൗസിനെ പോലും കിടലം കൊള്ളിച്ചവൻ. അമേരിക്കയെ തൻ്റെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടിയവൻ. അവസാനം അയാളുടെ തെറ്റുകൾ പുറത്തിട്ട് ഏതോ രഹസ്യ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക അയാളെ ചൊൽപ്പടിയിൽ ആക്കുകയായിരുന്നു. അവരുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിൽ ഹിഗിറ്റ വഹിച്ചിട്ടുള്ളത് ചരിത്രത്തിന് പോലും വിസ്മരിക്കാനാവാത്ത സഹായങ്ങളാണ്. അയാൾ കണ്ണിൽ നിന്നും മറഞ്ഞതും ഡേവിഡ്സൺ കാതറിനുമായി മുന്നോട്ട് കുതിച്ചു. ഹിഗിറ്റ ഇറങ്ങിയ വാതിൽ തന്നെ തുറന്ന് അവർ അകത്ത് കയറി. അപ്പോൾ അവിടെ കിടക്കയിൽ കിരാതമായ വേഴ്ചയ്ക്ക് വശംവതയായ മെറീന കിടപ്പുണ്ടായിരുന്നു. ഈ സമയം മറ്റൊരിടത്ത് മുറിവേറ്റ ഭീകരജന്തു ലക്ഷ്യമില്ലാതെയാണ് ഓടിക്കൊണ്ടിരുന്നത്. മുന്നിൽ തടഞ്ഞ പ്രതിബന്ധങ്ങളൊക്കെ അത് അടിച്ചു തകർത്തു. അത് കടന്നുപോയ വഴി ആകമാനം ചോര ചീറ്റിത്തെറിക്കുന്നുമുണ്ടായിരുന്നു. ആസുരമായ അതിൻ്റെ വരവ് കണ്ട് ആൾക്കാർ ഭീതിയോടെ പലായനം ചെയ്തു. ആ താവളം മുഴുവൻ ബഹളം, അപകട സൈറനുകൾ മുഴങ്ങി. ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. എന്തോ ഭയങ്കരമായത് എന്ന് മാത്രം അവർ ഓർത്തു. ആ ജന്തു ഓടിയെത്തിയത് വർക്ക്ഷോപ്പിലാണ്. അവിടെ ശൂന്യാകാശ പേടകം നിർമ്മിച്ചുകൊണ്ടിരുന്നവർ അലറിക്കൊണ്ടോടി. ജന്തു വായു പിളർന്ന് ഉഗ്രമായി ഗർജിച്ചു. അത് ശൂന്യാകാശ പേടകത്തിന് അരികിലാണെത്തിയത്. മുന്നിലെ പ്രതിബന്ധം അത് തകർക്കാൻ ഭാവിച്ചു. പേടകം ഒരു ഭാഗത്തേക്ക് ചവിട്ടിത്തള്ളി. പിന്നെ അത് തൻ്റെ ഭീമൻ കൈകൾ കൊണ്ട് ഉയർത്തി ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെയുണ്ടായിരുന്ന ഭിത്തി തകർന്നു. അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടായി. അനന്തരം ജന്തു തിരിഞ്ഞ് റോക്കറ്റിന് നേരെയാണ്. അതിൻ്റെ സ്റ്റാൻഡിൽ പിടിച്ച് കുലുക്കാൻ നോക്കി. അത് പക്ഷെ അനങ്ങിയില്ല. എടാ! പിന്നിൽ ചിരപരിചിതമായ ഒരു ഗർജനം കേട്ട് കോപാവേശത്തോടെ ജന്തു തിരിഞ്ഞു. തൻ്റെ 25 വർഷത്തെ പരീക്ഷണത്തിൻ്റെ ഫലമായിരുന്നു ഇവൻ. പക്ഷേ വിഷമവും കോപവുമൊക്കെ റൊണാൾഡോ ഹിഗറ്റയ്ക്ക് ഒന്നിച്ചുണ്ടായി. ഇവന് ഒരു പിൻഗാമിയെ സൃഷ്ടിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അതിന് കഴിയും എന്ന വിശ്വാസം നഷ്ടപ്പെടുകയാണോ? അപ്പോൾ ആ ജന്തു പല്ലെളിച്ചുകൊണ്ട് ഘോരഗർജനത്തോടെ അയാൾക്ക് നേരെ പാഞ്ഞു വരികയായിരുന്നു. എടാ! ഹിഗിറ്റയുടെ വിളി ജന്തു കേട്ടില്ല. ഇനി വൈകിയാൽ ആ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് താനും ഒരു കഷ്ണം മാംസമായേക്കും എന്ന് മനസ്സിലാക്കിയ റൊണാൾഡോ തോക്ക് വലിച്ചെടുത്തു. അതിൽ നിന്നും വിഷസൂചികൾ ചീറിപ്പറന്നു. ഒരു നിമിഷം മുന്നിൽ ഒരു അദൃശ്യ ഭിത്തിയിൽ വന്ന് മുട്ടിയതുപോലെ ആ ജന്തു നിന്നു. ഉഗ്രമായി ഒന്നുകൂടി അലറി. റൊണാൾഡോ ഹിഗിറ്റയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. തൻ്റെ മഹത്തരമായൊരു കണ്ടുപിടുത്തം ഇവിടെ തീരുകയാണ്. നോക്കി നിൽക്കെ ആ ജന്തു വട്ടം കറങ്ങി. കൈകൾ കൊണ്ട് അത് ശത്രുവിനെ എന്നവണ്ണം അന്തരീക്ഷത്തിൽ വീശിയടിച്ചു. പിന്നെയും പിന്നെയും ഗർജിച്ചു. അനന്തരം ആന മറിയും പോലെ തറയിലേക്ക് വീണു. ഒരു പിടച്ചിൽ കൂടി തീർന്നു. റൊണാൾഡോ ഹിഗിറ്റ വെട്ടിത്തിരിഞ്ഞു. എവിടെയാണ് ശത്രു ഒളിച്ചിരിക്കുന്നത്? കോപം അയാളെ ഭ്രാന്തനാക്കുകയായിരുന്നു. ആയുധവുമായി അയാൾ അജ്ഞാത ശത്രുവിനെ തിരക്കി പുറപ്പെട്ടു. പക്ഷേ കണ്ടില്ല. അയാൾ കൺട്രോൾ റൂമിലെത്തി. അവിടെ ഇരുന്നവർ നടുങ്ങി എണീറ്റു. ശത്രു എവിടെ? അയാൾ ചോദിച്ചതും അവർക്കു നേരെ നിറയൊഴിച്ചതും ഒന്നിച്ചായിരുന്നു. ചിത്തഭ്രമം ബാധിച്ചവൻ്റെ അവസ്ഥയായിരുന്നു റൊണാൾഡോ ഹിഗിറ്റയുടേത്. മുന്നിൽ കണ്ട തൻ്റെ ആൾക്കാരോട് മുഴുവൻ അയാൾ ശത്രുക്കളെക്കുറിച്ച് തിരക്കി. പക്ഷെ ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അയാൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. എത്ര പേരെ അയാൾ ഇത്തരത്തിൽ പരലോകത്തേക്ക് അയച്ചുവെന്ന് അയാൾക്ക് പോലും നിശ്ചയമില്ല. വിഷമം ഉണ്ടാകാതിരിക്കുമോ? എത്രയോ വർഷങ്ങളായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന സ്വപ്നങ്ങളും പ്രയത്നങ്ങളുമാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നഷ്ടമായത്. ഇനി CIA തന്നെ വെറുതെ വിടുമോ? എത്ര ആയിരം കോടി ഡോളറുകളാണ് താൻ കാരണം അമേരിക്കയ്ക്ക് ഇവിടെ നഷ്ടമായത്. ഓർക്കുമ്പോൾ തന്നെ തലച്ചോറിനുള്ളിൽ ഒരു പെരുപ്പാണ്. ഹിഗിറ്റ മുന്നിൽ കണ്ട വഴികളിലൂടെയൊക്കെ ശത്രുക്കളെ തേടി നടന്നു. അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഇവിടുത്തെ കൺട്രോൾ സിസ്റ്റംസ് ശത്രുക്കളെ കണ്ടെത്താനെന്നതിൽ അയാൾക്ക് ഒരു അത്ഭുതവും തോന്നാതിരുന്നില്ല. എവിടെയാണ് തനിക്ക് ചുവടുകൾ പിഴച്ചത്? ഹിഗിറ്റയുടെ തേർവാഴ്ചയറിഞ്ഞ മറ്റുള്ള അംഗങ്ങൾ അയാളുടെ മുന്നിൽ വരാതെ കഴിവതും ഒഴിഞ്ഞുമാറി. മെറീനയുടെ മുറിയിൽ ഈ അവസരത്തിൽ കസേരയിൽ ബന്ധിതനായ ഒരു മെലിഞ്ഞ മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ മുറിയിലേക്ക് കടന്നു വന്ന അയാളെ ഡേവിഡ്സൺ കീഴ്പ്പെടുത്തുകയായിരുന്നു. കഷണ്ടിക്കാരനായ മനുഷ്യൻ റൊണാൾഡോ ഹിഗിറ്റയുടെ വലം കൈയായ നിക്കോളാസ് ഗബ്രിയേൽ. ആദ്യം ഒന്ന് എതിർക്കാൻ നോക്കിയെങ്കിലും നിക്കോളാസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ മനസ്സിൽ അടുക്കി വെച്ചിരുന്ന രഹസ്യങ്ങളുടെ ചുരുൾ നിവരുകയായിരുന്നു. നടക്കുന്ന രഹസ്യങ്ങൾ. ഈ താവളം റൊണാൾഡോ ഹിഗിറ്റ ഇവിടെ സ്ഥാപിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ CIA സഹായത്തോടു കൂടിയാണ്. മാസങ്ങൾക്ക് മുമ്പ് വരെ ആരും അറിയാതിരുന്ന ഒരു കനത്ത രഹസ്യം. പക്ഷേ ആഗസ്റ്റ്
15-ാം തീയതി അജ്ഞാത വിമാനം ഭാരതത്തിൽ കടന്നതാണ് ആദ്യത്തെ സംശയത്തിനിടയാക്കിയത്. റോയും BSSും കരുതിയതുപോലെ അത് ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ വിമാനമായിരുന്നില്ല, അമേരിക്കയുടേതായിരുന്നു അത്. ഇപ്പോഴും ആ വിമാനം വനത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചില അത്യാവശ്യ വസ്തുക്കളുമായി എത്തിയ വിമാനമായിരുന്നു അത്. ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത സാധനങ്ങൾ. നിക്കോളാസ് ഗബ്രിയേൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു ഡേവിഡ്സൺ. ആ ഭയങ്കര ജന്തുവിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ? ഡേവിഡ്സൺ ഗബ്രിയേലിൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. അത് ഹിഗിറ്റയുടെ കണ്ടുപിടുത്തമാണ്. ഒറാങ്ങൊട്ടാങ് വർഗത്തിൽപ്പെട്ട ആൾക്കുരങ്ങുകളിൽ നിരന്തരമായി നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലം. അവയ്ക്ക് ഒരു പ്രത്യേക ജീൻ ഇഞ്ചക്ട് ചെയ്ത് പ്രത്യുൽപാദനം നടത്തിയെടുത്തതാണ് ഈ ജന്തുവിനെ. പക്ഷേ മറ്റൊന്നിനെ കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. നിക്കോളാസ് തുടർന്നു. എന്നാൽ ഈ ജന്തു വളരെ മികച്ച സൃഷ്ടിയായിരുന്നു. ഒരു മനുഷ്യൻ്റെ 10 ഇരട്ടി ബുദ്ധിയും ശക്തിയുമുള്ളവൻ. സങ്കേതത്തിലുള്ളവരെയും പുതിയതായി എത്തുന്നവരെയും ഘ്രാണശക്തിയിൽ അവൻ തിരിച്ചറിയുമായിരുന്നു. തങ്ങൾ അവൻ്റെ പിടിയിലാകുവാനുണ്ടായ കാരണം അവർക്ക് വ്യക്തമായി. വിഷമുള്ളുകളുടെ കാര്യമോ? ഖാദറിനാണ് തിരക്കിയത്. നിക്കോളാസ് തലതിരിച്ച് അവളെ ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു, അതും ഞങ്ങളുടെ കണ്ടുപിടുത്തം തന്നെയാണ്. ഘോരവിഷമുള്ള മുള്ളുകളാണവ. ആ ചെടിയുടെ പരാഗങ്ങളിൽ ഒരു വിശേഷപ്പെട്ട മരുന്ന് തളിച്ച ശേഷമാണ് അവയുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചത്. പിന്നീട് ഞങ്ങൾ ഇവിടെ അവ വിതറുകയായിരുന്നു, ആരും ഇവിടെ വരാതിരിക്കാൻ. അമേരിക്ക ഇവിടെ ഇങ്ങനെ ഒരു ലബോറട്ടറി സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശ്യം? 2020 ആണ്ടോടെ ഭാരതം അമേരിക്കയേക്കാൾ കൂടിയ ശാസ്ത്രവിജയം നേടുമെന്നാണ് CIA കണ്ടെത്തൽ. അതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനാവാത്തതാണ്. ഞങ്ങളെക്കാൾ ഉന്നതങ്ങളിൽ നിങ്ങളെത്തിയാൽ ഞങ്ങളെ പിന്നെ നിങ്ങൾ അനുസരിക്കുമോ? അതിനാൽ നിങ്ങളെ അടക്കി നിർത്തണമെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു ആയുധപുര ഉണ്ടായിരിക്കണമായിരുന്നു. മാത്രമല്ല, വിദൂര ഭാവിയിൽ നിങ്ങൾ അമേരിക്കയോട് ഇടഞ്ഞാൽ വൈറ്റ് ഹൗസിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ രാഷ്ട്രം ഒരു പിടി ചാരമാക്കുവാനും കഴിയണം. ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷേ അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന റോക്കറ്റ്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ശൂന്യാകാശ പേടകം, ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് എന്തിനാണ്? നിങ്ങൾ പുതിയതായി അണുപരീക്ഷണം നടത്തിയതിന് രഹസ്യമായി ഒരു മറുപടി തരികയായിരുന്നു ഉദ്ദേശം. ഞങ്ങളുടെ ഉപരോധം നിങ്ങളെ കാര്യമായി ബാധിച്ചില്ല. മാത്രമല്ല, ഞങ്ങൾക്കും കൂടി ഇത്തിരി ദോഷം ചെയ്യുകയുണ്ടായി. പക്ഷേ അതിന് ഈ ശൂന്യാകാശ പേടകം കൊണ്ട് എന്ത് പ്രയോജനം? പേടകത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബ് വയ്ക്കും. പേടകം ഭാരതത്തിന് മുകളിൽ മാത്രം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമാകുന്ന നിമിഷം അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതോടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഭാരതം അപ്രത്യക്ഷമാകും. ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി ഡേവിഡ്സണും ഖാദറിനും. ഭീകരന്മാർ! എത്ര നീചമായ ചിന്താഗതികൾ! പുറമെ ചിരിച്ചു കാണിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവന്മാർ! തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പാകിസ്ഥാനെയോ ചൈനയെയോ പ്രതിസ്ഥാനത്ത് എത്തിക്കുവാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ആ വിമാനം ഭാരതത്തിലേക്ക് കടത്തിവിട്ടത്. തങ്ങളും വഞ്ചനയ്ക്കിരയാകുകയാണെന്ന് മനസ്സിലാക്കാതെയാണ് പാകിസ്ഥാനും ആ വിമാനത്തെ തങ്ങളുടെ വ്യോമാതിർത്തി കടക്കുവാൻ സമ്മതിച്ചത്. നീചനായ കുടിലതന്ത്രം! അറിയേണ്ട വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ശബ്ദമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു വിമാനം നിങ്ങൾക്കുണ്ട് അല്ലേ? ഖാദറിനെ തിരക്കി. യെസ്, ഞാനും റൊണാൾഡോയും പലപ്പോഴും അതിൽ സഞ്ചരിക്കാറുണ്ട്. ബോംബ് നിർമ്മാണം പൂർത്തിയായോ? 2 ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാകും. പിന്നെ ആരും ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. നിക്കോളാസ് ഗബ്രിയേൽ ക്രൂരമായി ചിരിച്ചു. പുറത്തു നടന്ന പുകിലൊന്നും മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നവർ അറിഞ്ഞില്ലല്ലോ. മിണ്ടാതിരിയടാ കിഴവ! ഡേവിഡ്സൺ കൈ ചുരുട്ടി നിക്കോളാസിൻ്റെ താടിയിൽ ഇടിച്ചു. അയാൾ കസേരയോടൊപ്പം പിന്നോട്ട് നിരങ്ങിപ്പോയി. ഇവിടെ ഈ ക്രൂരതകൾ അരങ്ങേറുന്നത് നമ്മുടെ ഇവിടുത്തെ നിയമപാലകരിൽ പലരും അറിഞ്ഞുകൊണ്ടാണ്, മെറീന പറഞ്ഞു. ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് SPയെ എനിക്കറിയാം. അയാൾ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഡേവിഡ്സൺ പറഞ്ഞു. ഇല്ല മെറീന, ഈ താവളവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊന്നും ഇനി രക്ഷയില്ല. അത് നിങ്ങൾ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോയെങ്കിലല്ലേ? നിക്കോളാസ് പല്ലിളിച്ചു. പോകുമെടാ ഞങ്ങൾ. ഡേവിഡ്സൺ കസേരയോടൊപ്പം അയാളെ ഉയർത്തി മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞിട്ട് ഖാദറിനെ നോക്കി. ഇവിടേക്ക് ആരും അതിക്രമിച്ച് കയറാതെ നീ നോക്കുക. ഞാൻ ഹിഗിറ്റയെ തേടി പോകുകയാണ്. അവൾ ഒരു തോക്ക് വലിച്ചെടുത്ത് തയ്യാറായി നിന്നു. ഡേവിഡ്സൺ വാതിൽ തുറന്ന് കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു. അപ്പോൾ മാത്രമാണ് പുറത്ത് ബഹളം നടക്കുന്നത് അയാൾ അറിഞ്ഞത്. പരിഭ്രാന്തരായി ഓടുന്നവർ. ആരെയും തടഞ്ഞു നിർത്തി കാര്യത്തിരക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഡേവിഡ്സൺ മഞ്ഞ യൂണിഫോമിൽ ആയിരുന്നതിനാൽ അയാളെ ആരും സംശയിച്ചുമില്ല. എവിടെയാണ് റൊണാൾഡ് ഹിഗിറ്റ? മുന്നിൽ കണ്ട വഴിയിലൂടെയൊക്കെ ഡേവിഡ്സൺ പാഞ്ഞു നടന്നു. അതിനിടെ എതിരെ വന്ന അക്രമികളിൽ പലരെയും അയാൾ വെടിവെച്ചു വീഴ്ത്തി. അവസാനം തുറന്നു കിടന്നിരുന്ന ഒരു വാതിലിലൂടെ അകത്തേക്ക് നോക്കിയ അയാൾ കണ്ടു. ധൃതിയിൽ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നോട്ട് ചീകി വെച്ചിരിക്കുന്ന തലമുടി, ഡ്രാക്കുളയുടെ മുഖം. റൊണാൾഡ് ഹിഗിറ്റ. TV സ്ക്രീനിൽ ഒരു വിമാനം തെളിഞ്ഞു. അതൊരു പ്ലാറ്റ്ഫോമിൽ കിടക്കുകയായിരുന്നു. അതിനരികിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുന്നതും ഡേവിഡ്സൺ കണ്ടു.
റൊണാൾഡ് ഹിഗിറ്റ ഒരു സ്വിച്ച് കൂടി അമർത്തി. താഴേക്ക് വരുന്ന ലിഫ്റ്റ് ടി വിയിൽ തെളിഞ്ഞു. അയാൾ രക്ഷപ്പെടാനുള്ള പുറപ്പാടാണെന്ന് ഡേവിഡ്സണ് വ്യക്തമായി. ഡോൺ മൂവ്. മുന്നോട്ട് കുതിച്ചു ചാടി തോക്കിൻ്റെ ബാരൽ ഹിഗിറ്റയുടെ പുറത്ത് അമർത്തുന്നതിനിടയിൽ ഡേവിഡ്സൺ ഗർജിച്ചു. കിടുങ്ങിപ്പോയി ഹിഗിറ്റ. നൗ യു ആർ കംപ്ലീറ്റ്ലി അണ്ടർ മൈ കൺട്രോൾ. അയാൾ തോക്ക് ഒന്നുകൂടി അമർത്തി. ഒരു നിമിഷം റൊണാൾഡ് നിശ്ചലമായി. ആ കണ്ണുകൾ കുറുകി. തൊട്ടരികിൽ ഒരു ഇരമ്പൽ. മുകളിലെ ഭിത്തി വിണ്ടുമാറി. അതുവഴി ലിഫ്റ്റ് തറയിൽ വന്നു വീണു. ചിന്തയേക്കാൾ വേഗത്തിലായിരുന്നു ഹിഗിറ്റയുടെ പ്രവർത്തനം. വെട്ടിത്തിരിഞ്ഞതും അയാൾ കൈച്ചുരുട്ടി ഡേവിഡ്സന്റെ മുഖത്തിടിച്ചു. മെലിഞ്ഞ ശരീരം പോലെയായിരുന്നില്ല ആ ഇടി. ഒരു ഉരുക്കുപാർ വന്നു തട്ടിയതുപോലെ. ഡേവിഡ്സൺ പിന്നോട്ട് വേച്ചു. ഹിഗിറ്റ ലിഫ്റ്റിലേക്ക് കുതിച്ചു കയറി. അത് മുകളിലേക്ക് ഉയർന്നു. അവിടെ കിടന്നുകൊണ്ട് ഡേവിഡ്സൺ നിറയൊഴിച്ചു. പക്ഷേ അപ്പോഴേക്കും ലിഫ്റ്റ് മുകളിലെത്തി. ഭിത്തി പഴയ രൂപത്തിൽ ഒന്ന് ചേരുകയും ചെയ്തിരുന്നു. റൊണാൾഡ് ഹിഗിറ്റ രക്ഷപ്പെട്ടുകൂടാ. ടി വി സ്ക്രീനിൽ ഉയർന്നു പോകുന്ന ലിഫ്റ്റ് അപ്പോഴും കാണാനുണ്ടായിരുന്നു. ഡേവിഡ്സൺ ചാടിയനിട്ട് ചുറ്റും നോക്കി. ഒരു കോണിപ്പടി കണ്ടു. അതുവഴി അയാൾ കുതിച്ചു. അടുത്ത നിലയിൽ മറ്റൊരു ലിഫ്റ്റ് കണ്ടു. അതിൽ കയറി അയാൾ മുകളിലേക്ക് പോയി. എവിടെയോ ചെന്ന് ലിഫ്റ്റ് നിന്നു. ഡേവിഡ്സൺ പുറത്തിറങ്ങിയപ്പോൾ തന്നെപ്പോലെ മഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ 3 ആയുധധാരികൾ മുന്നിൽ. അവർക്ക് നേരെ വെടിയുണ്ടകൾ മൂളിപ്പറന്നു. പുഴുക്കളെ പോലെ അവർ പിടഞ്ഞു വീണു. തൊട്ടടുത്തൊരു വാതിൽ ഉണ്ടായിരുന്നു. അയാൾ അത് വെടിവെച്ച് തകർത്തിട്ട് അപ്പുറത്തേക്കിറങ്ങി. തണുത്ത വായു അവിടേക്ക് അടിച്ചു കയറി. ഡേവിഡ്സൺ വിസ്മയത്തോടെ ചുറ്റും നോക്കി. ഒരു ചെറിയ പാറപ്പുറത്താണ് താൻ. ചുറ്റും വനം. മുകളിൽ നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം. താൻ താവളത്തിന് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ റൊണാൾഡ് ഹിഗിറ്റ എവിടെയാണ്? ആ, വിമാനം. ചിന്തകളെ മുറിച്ചുകൊണ്ട് ഒരു ഇരമ്പൽ. അയാൾ നടുങ്ങിത്തിരിഞ്ഞു. സുമാർ 20 അടി അടുത്തു നിന്നും ഒരു ഭാഗം പിളർന്നു മാറുന്നു. അതുവഴി നിശബ്ദമായി ഒരു വിമാനം റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കുന്നു. ഹിഗിറ്റ. അയാൾ രക്ഷപ്പെടുകയാണ്. വല്ലാത്തൊരു അലർച്ചയോടെ ഡേവിഡ്സൺ തോക്കു തിരിച്ചു. ട്രിഗറിൽ വിരൽ അമർന്നു. വിമാനം ഒന്ന് കുലുങ്ങി. പക്ഷേ അസാധാരണ വേഗത്തിൽ അതപ്പോഴേക്കും 1000 അടിയോളം മുകളിലെത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അതിൽ തീ ആളിപ്പടരുന്നത് ഡേവിഡ്സൺ കണ്ടു. ഒരു തീപ്പന്തം പോലെ അത് പാഞ്ഞു പോകുന്നു. സെക്കൻഡുകൾ. ആകാശത്ത് ഒരു ഉഗ്രസ്ഫോടനം. 1000 സൂര്യചന്ദ്രന്മാർ പൊട്ടിച്ചിതറും പോലെ. താൻ പുറത്തേക്ക് വന്ന വാതിലിലൂടെ തന്നെ ഡേവിഡ്സൺ അകത്തേക്ക് ഓടി. വിമാനത്തിൻ്റെ തീപിടിച്ച ഭാഗങ്ങൾ അപ്പോൾ വിഷമുള്ളുകൾക്കിടയിൽ ചിതറി വീഴുകയായിരുന്നു. റൊണാൾഡ് ഹിഗിറ്റ തീർന്നു. ഇനി നിക്കോളാസ് ഗബ്രിയേൽ മാത്രം. അയാൾ കസ്റ്റഡിയിലുമാണ്. ഡേവിഡ്സൺ ലിഫ്റ്റിൽ കയറി. ഖാദറിൻ്റെയും മെറീനയുടെയും അടുത്തെത്തണം. ഇനി ഇവിടെയുള്ളവരെ തങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേയുള്ളൂ. ലിഫ്റ്റ് താഴേക്ക് പോയി. അടുത്തത് ചുവന്ന പുറംചട്ടയുള്ള ഫയൽ. ഒക്ടോബർ 27. സെൻട്രൽ ജയിലിൻ്റെ കനത്ത ഇരുമ്പ് ഗേറ്റിലെ ചെറിയ വാതിൽ തുറക്കപ്പെട്ടു. അപ്പോൾ സമയം രാവിലെ 11 മണി. ഒരു മനുഷ്യൻ മെല്ലെ പുറത്തേക്ക് വന്നു. പാറിപ്പറന്ന തലമുടിയും ചുവന്ന കണ്ണുകളും മുകളിലേക്ക് പിരിച്ചു വച്ചിരിക്കുന്ന മീശയും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ഒന്ന് നെറ്റിച്ചുളിക്കും. വെളുത്ത നിറം, 5.25 അടിയോളം ഉയരം, ഉറച്ച മാംസപേശികൾ, കരയുള്ള കൈലിയും അങ്ങിങ്ങ് കീറിയ ഇളം നീല ഷർട്ടുമാണ് വേഷം. പിന്നിൽ വാതിൽ മെല്ലെ അടയുമ്പോൾ ഗാർഡിൻ്റെ ശബ്ദം. ഇനിയെങ്കിൽ നല്ലതുപോലെ ജീവിക്കാൻ നോക്കടോ. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഥൂ. അയാൾ കാറിത്തുപ്പി. അധികം താമസിയാതെ തിരിച്ചു വരാം. പിന്നെ മടിയിൽ നിന്നും ഒരു ബീഡി എടുത്ത് ചുണ്ടിൽ വച്ചു. തീപ്പെട്ടിയിൽ അവശേഷിച്ചിരുന്ന ഒരു കൊള്ളി ഉരച്ച് ബീഡി കത്തിച്ചിട്ട് കാരി തീപ്പെട്ടിയും വലിച്ചെറിഞ്ഞു നടന്നു. റോഡിൽ പലരും അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ ആരെയും ശ്രദ്ധിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു. ഒരു ഒറ്റയാനെ പോലെ. ചന്തു, അതാണ് അയാളുടെ പേര്. ഒരു ബസ്സിൽ കയറി അയാൾ കുറേ അകലെ ജനത്തിരക്കുള്ള ഭാഗത്തെത്തി. ഇവിടെ എങ്ങും കള്ളുഷാപ്പില്ലേ? ഒരു വഴിപോക്കനോട് ചോദിച്ചു. അയാൾ ചന്തുവിനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതാ ആ വളവിനപ്പുറത്ത് ഷാപ്പുണ്ട്. ചന്തു കീശയിൽ നോക്കി. കഴിഞ്ഞ 6 വർഷക്കാലം സെൻട്രൽ ജയിലിൽ ജോലി ചെയ്തതിന് കിട്ടിയ തുച്ഛമായ വരുമാനം. ഇപ്പോൾ സാമാന്യം നല്ല ഒരു തുകയുണ്ട്. ഇടയ്ക്കിടെ ഗാർഡുകൾ കടം വാങ്ങിയതും സിഗരറ്റും ബീഡിയും വാങ്ങാൻ അവരുടെ കൈവശം കൊടുത്തതും ഒഴിച്ചുള്ളതൊന്നും കളഞ്ഞിട്ടില്ല. അടുത്ത വളവിൽ ചാരയം എന്നെഴുതിയ ബോർഡും അതിനപ്പുറത്ത് ഓലമേഞ്ഞ ചെറിയ ഷാപ്പും കണ്ടു. അയാൾ അവിടേക്ക് കയറി. അപ്പോൾ നേരം ഉച്ചയായത് കാരണം സാമാന്യം തിരക്കുണ്ട്. ഒഴിഞ്ഞ ബെഞ്ചുകൾ ഒന്നുമില്ല. ഒരു കോണിൽ ചന്തു ഇരുന്നു. ഒരു കുപ്പി മൂത്തത്. സപ്ലയർ ചന്തുവിനെ സൂക്ഷിച്ചൊന്ന് നോക്കി. തൊടാൻ ഒന്നും വേണ്ട. ഒരു കുപ്പി മുന്നിലെത്തി. ഗ്ലാസ്സിൽ പകരുക പോലും ചെയ്യാതെ അയാൾ വായിലേക്ക് കുപ്പി കഴത്തി. ഇളനീര് കുടിക്കുന്നത് പോലെ കുപ്പിയിൽ ഒരു തുള്ളി പോലും അവശേഷിക്കാതെ അകത്താക്കി. പുറം കൈകൊണ്ട് ചുണ്ടു തെറിച്ചിട്ട് ഒരു ബീഡി എടുത്തു. തീപ്പെട്ടി. അടുത്തിരുന്നവരോട് തീപ്പെട്ടി വാങ്ങി. ഷാപ്പിൽ ഉണ്ടായിരുന്നവർ അമ്പരപ്പോടെയാണ് അയാളെ നോക്കിയത്. കഴിക്കാനൊന്നും വേണ്ടായോ ചേട്ടാ? ശബ്ദം കേട്ട് ചന്തു തല തിരിച്ചു. കാണാൻ ചന്തമുള്ള ഒരു മധ്യവയസ്ക. ശരീരം ഒട്ടുമുക്കാലും കാഴ്ചക്കാർക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള വേഷം. പലരും കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ? വേണ്ട. അയാൾ എണീറ്റു. അവൾ ചമ്മി. ഓ, ഒരു പത്രാസുകാരൻ. ആരും കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാത്ത ആള്. ചന്തു അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അവളുടെ തല കുനിഞ്ഞു.
ചാരായത്തിൻ്റെ പണം കൊടുത്ത് ഇറങ്ങി. എവിടേക്ക് പോകണമെന്ന് ഒരു നിമിഷം അയാൾ ചിന്തിച്ചു നിന്നു. പെട്ടെന്നാണ് ചന്തു അത് കണ്ടത്. ജനങ്ങൾ ഓടുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുമുണ്ട്. പരിഭ്രമത്തോടെയുള്ള പാച്ചിൽ. എന്താണെന്നറിയുവാനുള്ള ഉത്കണ്ഠ അയാൾക്കുണ്ടായി. ചന്തുവും ആൾക്കാരുടെ പിന്നാലെ ഓടി. കവലയ്ക്കരികിലുള്ള ഓലമേഞ്ഞ വീടിനു മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നു. അതിനുള്ളിൽ നിന്ന് അട്ടഹാസങ്ങളും നിലവിളിയും ഒക്കെ കേൾക്കാം. ആൾക്കാരെ വകഞ്ഞുമാറ്റി ചന്തു അകത്തെത്തി. അവിടെ ചോര മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഒരു ഭയങ്കരൻ ഒരു കൊച്ചുപെണ്ണിനെ തലങ്ങനെയും വിലങ്ങനെയും അടിക്കുന്നു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വട്ടം ചുഴറ്റുന്നു. കാഴ്ചക്കാർ ചലിക്കുന്നതേയില്ല. ആരാണയാൾ? ചന്തു അടുത്ത് നിന്നിരുന്നവനോട് ചോദിച്ചു. ഭൈരവൻ. എന്തിനാണ് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? അത് അങ്ങേരുടെ ഭാര്യയുടെ അനുജത്തിയാ. ഭാര്യയെ കഴിഞ്ഞ മാസം തൊഴിച്ചു കൊന്ന് കിണറ്റിലിട്ടു. ഇപ്പോൾ ഇവളെ ഭാര്യയാക്കാൻ നടക്കുകയാ. ആ പെങ്കൊച്ച് സമ്മതിക്കത്തില്ല. ഇപ്പം ഏതോ വൃത്തികെട്ട സിനിമ എടുക്കുന്നവർക്ക് അവൻ അവളെ വിറ്റിരിക്കുക. അവൾ പോകാത്തതിനാ. എന്നാലും ഒരു പെണ്ണിനെ അവൻ ഉപദ്രവിക്കുന്നത് നാട്ടുകാരെ നിങ്ങൾ നോക്കി നിൽക്കുകയാണോ? അല്ലാതെ പിന്നെ എന്നാ ചെയ്യാനാ? ഭൈരവൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമൊക്കെ നടക്കുന്നവനാ. കോടതിയും കേസുമൊന്നും അവന് പ്രശ്നമല്ല. ദാ ഇവിടെയിട്ട് ആ പെണ്ണിനെ ഇപ്പോൾ കൊന്നാലും നിയമം ഭൈരവനെ ഒന്നും ചെയ്യില്ല. ചന്തുവിൻ്റെ കണ്ണുകൾ വീണ്ടും ആ പെൺകുട്ടിയിൽ പതിഞ്ഞു. നിനക്ക് പോകാമേടി? ചത്താലും ഞാൻ പോകൂല. നീ എന്നെ കൊന്നോടെ ചെകുത്താനെ. നിന്നെ ഞാൻ കൊല്ലാൻ തുടങ്ങുകയാ. പറഞ്ഞതും അയാൾ അവളുടെ കഴുത്തിൽ കയറി പിടിച്ചു. സാമാന്യം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണത്. ഏറിയാൽ 18 വയസ്സ് തോന്നിക്കും. മുഷിഞ്ഞ പാവാടയും ഷർട്ടുമാണ് വേഷം. ഭൈരവൻ പിടിമുറുക്കി തുടങ്ങിയതോടെ അവളുടെ കണ്ണുകൾ തള്ളി വന്നു. അവൾ പിടയ്ക്കാൻ തുടങ്ങി. ഇനി ഇത് കണ്ടു നിൽക്കാൻ വയ്യ. ചന്തുവിൻ്റെ രക്തം തിളച്ചു. സിരകൾക്ക് വല്ലാത്തൊരു വിറയൽ. അയാൾ മുന്നോട്ട് വന്നു. ദേ, താൻ ഈ കുട്ടിയെ വിട്. അവൾ ചത്തുപോകും. ശാന്തസ്വരത്തിൽ ചന്തു പറഞ്ഞു. ഭൈരവൻ തലയിളക്കി ചന്തുവിനെ നോക്കി. പിന്നെ പുച്ഛഭാവത്തിൽ ചിരിച്ചു. താൻ ഇവിടെ പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ. വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. തൽക്കാലം ഇവളെ വിട് സുഹൃത്തെ. ഭൈരവൻ്റെ നെറ്റി ചുളിഞ്ഞു. തടി ചീത്തയാകണ്ടെങ്കിൽ വേഗം പോകാൻ നോക്ക്. ഇത്രയും പേർ ഇവിടെ കൂടിയിട്ടും ആരും മുന്നോട്ട് വരാത്തത് തന്നെ എന്താണെന്ന് തനിക്ക് ചിന്തിച്ചുകൂടെ? വിടടാ മര്യാദയ്ക്ക് അവളെ. ഇല്ലെങ്കിൽ? ചന്തു ആ കുട്ടിയെ നോക്കി. അവളുടെ ശ്വാസഗതി നിലച്ചതുപോലെയായി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കൈച്ചുരുട്ടി ഒറ്റയിടി. എൻ്റെ അമ്മോ! ഭൈരവൻ നിലവിളിച്ചു പോയി. പെൺകുട്ടിയെ വിട്ട് അയാൾ റോഡിൽ മലർന്നു വീണു. പെൺകുട്ടിയും വേച്ചു വീഴാൻ ഭാവിച്ചപ്പോൾ ചന്തു താങ്ങി. ഭൈരവൻ വീണെടുത്ത് തന്നെ ഒരു നിമിഷം കിടന്നു. തൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിയതുപോലെ അയാൾക്ക് തോന്നി. മൂക്കിൽ നനവ്. ഭൈരവൻ മുഖത്ത് കൈകൊണ്ട് തുടച്ചു. അയാൾ ഞെട്ടി. കൈപ്പത്തിയിൽ ചോര. മുറിവേറ്റ വന്യമൃഗത്തെപ്പോലെ ഭൈരവൻ കുതിച്ചുയർന്നു. ഭൈരവനെ തൊട്ടുകളിക്കാൻ നീ വളർന്നോടാ പട്ടി. പെട്ടെന്ന് അയാളുടെ 2-3 അനുയായികൾ ചന്തുവിനോട് എതിരിടാനെത്തി. വേണ്ട എന്ന ഭാവത്തിൽ ഭൈരവൻ ആംഗ്യക്കാട്ടിയപ്പോൾ അവർ പിന്നോട്ട് മാറി. ഭൈരവനും ചന്തുവും മുഖാമുഖം നോക്കി. പരസ്പരം കടിച്ചു കീറുവാൻ എന്നവണ്ണം. ചന്തുവിൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. കവലയിൽ ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നു. പീഡിക തിണകളിലും മറ്റുമായി നിന്ന് അവർ രംഗം വീക്ഷിച്ചു. ആൾക്കാർക്ക് നടുവിൽ 2 പോരാളികളെ പോലെ അവർ. ഭൈരവൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു ഈ സംഭവം. ഇവിടുത്തെ ആൾക്കാർക്ക് താൻ പേടി സ്വപ്നമാണ്. അത് മാറാൻ പാടില്ല. അയാൾ ചന്തുവിന് അന്ത്യശാസനം നൽകി. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്ക്. ചന്തു അനങ്ങിയില്ല. അത് ഭൈരവനെ കൂടുതൽ ചൊടിപ്പിച്ചു. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അയാൾ ചന്തുവിനെ ആക്രമിച്ചു. ചന്തു കാൽവഴുതി നിലത്തു വീണു. മുകളിലേക്ക് ഭൈരവനും വീണു. എന്നിട്ട് മുകളിൽ കയറിയിരുന്ന് ഇടിക്കുവാൻ ശ്രമം നടത്തി. അയാൾ ചന്തുവിൻ്റെ മുഖത്ത് ഊക്കോടെ ഇടിക്കുവാൻ തുടങ്ങി. ചന്തു ഉരുണ്ടു. ഭൈരവനെ ചവിട്ടിയെറിഞ്ഞു. പൊരിഞ്ഞ അടിയാണ് പിന്നെ നടന്നത്. അത്തരം ഒരു സ്റ്റണ്ട് സിനിമയിൽ മാത്രമേ അവിടെ കൂടി നിന്നിരുന്നവർ കണ്ടിട്ടുള്ളൂ. ഭൈരവൻ പരാജയപ്പെടേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അവർ ചന്തുവിനെ പ്രോത്സാഹിപ്പിച്ചു. മത്സരത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ചന്തുവിനായിരുന്നു വിജയം. അയാളുടെ ഇടിയേറ്റ് ഭൈരവൻ കുഴങ്ങി. അതോടെ ഭൈരവൻ്റെ അനുയായികളും ചന്തുവിനോട് ഇടഞ്ഞു. ചന്തു അവരെയും അടിച്ചു തെറിപ്പിച്ചു. ഭൈരവൻ കത്തിയെടുത്തു. ചന്തുവിൻ്റെ ചങ്കു ലക്ഷ്യമാക്കി ആഞ്ഞുകുത്തി. അയാൾ ഒഴിഞ്ഞുമാറി. പിന്നിൽ നിന്നും ആക്രമിക്കാനെത്തിയ ഭൈരവൻ്റെ ആൾക്കാരിൽ ഒരാളുടെ വയറ്റിൽ കത്തി പിടിയോളം താണു. അത് കണ്ട് ഭൈരവൻ വിരണ്ടുപോയി. അയാൾ ഓടി. ഒപ്പം ബാക്കിയുള്ള അനുയായികളും. കുത്തേറ്റവൻ തറയിൽ കിടന്ന് പിടഞ്ഞു. ചന്തു അയാളുടെ വയറ്റിൽ നിന്നും കത്തി വലിച്ചൂരി. ചോര ചീറ്റിത്തെറിക്കുകയാണ്. പെട്ടെന്ന് അതുവഴി ഒരു ജീപ്പ് വന്നു. ചന്തു കൈ കാണിച്ചു. ജീപ്പിനുള്ളിൽ ഡ്രൈവറെ കൂടാതെ മാന്യനായ ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. സാർ, ഈ മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒന്ന് സഹായിക്കണം. മാന്യൻ ചുണ്ടുകൾ വക്രിച്ചു. സാധ്യമല്ല, ഞങ്ങളൊരു വഴിക്ക് പോകുകയാണ്. സാർ പ്ലീസ്, ഇയാൾ ചത്തുപോകും. തടിച്ച കണ്ണടയ്ക്കിടയിലൂടെ ആ മനുഷ്യൻ ചന്തുവിനെ നോക്കി. ബ്ലഡി ബാസ്റ്റേർഡ്. ചന്തുവിൻ്റെ കണ്ണുകൾ കൂടുതൽ ചുവന്നു. താനെന്താ പറഞ്ഞത്? ബസ്റ്റേഡ് എന്നോ? അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലെന്ന് കരുതിയോടോ? ബ്ലഡി സൺ ഓഫ് ഡോഗ്. മുഖമടച്ച് ഒരു അടിയേറ്റതുപോലെയായി മാന്യൻ. ഡാഡി, നമുക്ക് പോകാം. ഈ വൃത്തികെട്ട മനുഷ്യനോട് സംസാരിക്കേണ്ട. പിന്നിലിരുന്ന പെൺകുട്ടി പറഞ്ഞു. ഡ്രൈവർ, വണ്ടി വിട്. മാന്യൻ്റെ കൽപ്പന. അരുത് സാർ, ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം.
ആ മനുഷ്യൻ ഇപ്പോൾ മരിക്കും. ചന്തു കേണു. മരിക്കട്ടടോ, ഏതായാലും ഈ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തതും ചന്തു അതിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി. നിർത്തടാ പട്ടിക്കഴുകയുടെ മക്കളെ. ഡ്രൈവർ ബ്രേക്ക് അമർത്തി. ഒരു വല്ലാത്ത ശബ്ദത്തോടെ ജീപ്പ് നിരങ്ങി നിന്നു. റോഡിലെ പൊടി ഇളകി. ടയർ കരിഞ്ഞ മണമുണ്ടായി. കുത്തുകൊണ്ട് റോഡിൽ വീണ മനുഷ്യൻ വയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് ഞെളിപ്പിരി കൊള്ളുകയാണ്. ചന്തു അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നേരത്തെ ഭൈരവനിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടി ഓടി അടുത്തെത്തി. എന്നിട്ട് തൻ്റെ കൈലിയുടെ ഒരു ഭാഗം വലിച്ചു കീറി മുറിവിൻ്റെ മുകളിൽ അമർത്തിപ്പിടിച്ചു. ജീപ്പിലിരുന്ന മനുഷ്യൻ കോപത്തോടെ ചാടിയിറങ്ങി. താൻ എന്ത് പോക്രിത്തരമാണ്ടാ കാണിക്കുന്നത്? ഞാൻ ആരാണെന്ന് നീ വിചാരിച്ചത്? ആരായാലും എനിക്കൊന്നുമില്ല. തൽക്കാലം ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറ്റണം, പറ്റിയേ തീരൂ. ആരടാ നീ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അയാളെ തീരെ അവഗണിച്ചിട്ട് ചന്തു ജീപ്പിൻ്റെ പിന്നിലെത്തി. ചേച്ചി, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. പറ്റത്തില്ല, പെൺകുട്ടി പറഞ്ഞു. മോളെ, ഈ ചെറുപ്രായത്തിൽ ഇത്രയും അഹങ്കാരം പാടില്ല. വേഗം ഒന്നിറങ്ങ്. താൻ പോടോ. ചന്തുവിനെ മുഖം കറുത്തു. ഇറങ്ങിനടി പട്ടിച്ചികളെ ഇങ്ങോട്ട്, അയാൾ അലറി. സ്ത്രീകൾ വിറച്ചുപോയി. അവർ പെട്ടെന്ന് പുറത്തിറങ്ങി. ചന്തു തറയിൽ കിടന്നിരുന്ന മനുഷ്യനെ കൈകളിൽ കോരിയെടുത്തു. അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവഹേളിക്കപ്പെട്ടത് മാന്യനു സഹിച്ചില്ല. അയാൾ ജീപ്പിൻ്റെ പിൻഭാഗത്തേക്ക് തടസ്സമായി നിന്നു. ഈ ജീപ്പിൽ കയറ്റാൻ സാധിക്കില്ലെന്ന് പറഞ്ഞില്ലേ? താനങ്ങോട്ട് മാറടോ. പറ്റില്ല. ചന്തുവിൻ്റെ കോപം ഇരട്ടിച്ചു. കുത്തുകൊണ്ട മനുഷ്യനെ തോളിൽ കിടത്തിയിട്ട് ചന്തു ഇടതു കൈകൊണ്ട് മാന്യൻ്റെ ജുബയിൽ കൂട്ടിപ്പിടിച്ച് ഒരു തള്ളു കൊടുത്തു. പിന്നെ ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ അയാൾ ജീപ്പിനുള്ളിൽ കിടത്തി. നേരത്തെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയും ജീപ്പിനരികിലേക്ക് വന്നു. ഞാൻ കൂടി കയറട്ടെ അണ്ണാ? ചന്തു മൂളി. അവളും കയറി. ജീപ്പ് വിട്. ചന്തുവിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടും ഡ്രൈവർ അനങ്ങിയില്ല. എടോ, തന്നോടാ പറഞ്ഞത്. മുതലാളി പറയാതെ പറ്റില്ല. ഏത് മുതലാളി? ചന്തു ചാടിയിറങ്ങി. ഡ്രൈവറെ വലിച്ച് പുറത്തേക്കിട്ടിട്ട് മുഖമടച്ച് ഒന്ന് കൊടുത്തു. ഒരാൾ മരിക്കാൻ തുടങ്ങുമ്പോൾ പോലും മനുഷ്യപ്പറ്റി കാണിക്കാത്ത പട്ടികളെ. നീയൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ചയിട്ട് പ്രാർത്ഥിക്കുമല്ലോ. നിൻ്റെയൊക്കെ അമ്മായിയപ്പൻ്റെ ശവമടക്കിന്. ഹൂ! ഒരു പുളിച്ചത്തറി കൂടി പറഞ്ഞിട്ട് ചന്തു ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. റോഡിൽ നിന്ന് ആൾക്കാർ ഇരുവശത്തേക്ക് മാറി. അവർക്കിടയിലൂടെ ഒരസ്ത്രം കണക്കെ ജീപ്പ് പാഞ്ഞുപോയി. അവനാണ് ഉശിരുള്ളവൻ, ആൾക്കൂട്ടത്തിൽ ഒരു വൃദ്ധൻ പറഞ്ഞു. ആ ഭൈരവനെ ഇടിച്ച ഇടി കണ്ടില്ലേ? ഭരതന ഇവിടെ ആദ്യം കാണുകയാ. ഏതായാലും മനുഷ്യരോട് സ്നേഹമുള്ളവനാ. അല്ലായിരുന്നെങ്കിൽ ഇപ്പം അവനെ കൊണ്ട് ആശുപത്രി പോവോ? മറ്റൊരാൾ. കാര്യമൊക്കെ കൊള്ളാം. ഭൈരവൻ അടങ്ങിയിരിക്കുമെന്നാണോ പാമ്പിനെ ഇലയോ അവൻ നോവിച്ചുവിട്ടത്? അതുമാത്രമോ? ഇപ്പോൾ റോഡിൽ ഇറക്കിവിട്ടതാരയ്യ? അതൊരു നടക്കുന്ന സത്യമായിരുന്നു. റോഡിൽ ഇറക്കി വിട്ടപ്പെട്ടയാൾ ആ നാട്ടിലെ ഏറ്റവും മുന്തിയ പണക്കാരനും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്നു. ചാത്തുണ്ണി മുതലാളി. ആ പേര് തന്നെ ഉന്നതങ്ങളിൽ പരിചിതമാണ്. സ്ഥലത്തെ സ്ഥിരം പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം തന്നെയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ദിവസം 1000-ഓളം ഷീറ്റുകൾ കിട്ടുന്ന റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉടമ. കൂടാതെ സ്വകാര്യ വാഹനങ്ങൾ ഏറെ. പാർട്ടിയുടെ വിവിധ യൂണിയനുകളുടെ നേതാക്കന്മാരും മന്ത്രിമാരും നിയമപാലകരുമൊക്കെ ചാത്തുണ്ണിയുടെ മുന്നിൽ വെറും കളിപ്പാട്ടങ്ങൾ മാത്രം. ഭാര്യ സൂസന്ന, 2 ആൺമക്കൾ റോബിനും റെന്നിയും. അവരുടെ കൈവശമില്ലാത്ത യാതൊരു വൃത്തികേടുകളുമില്ല. കത്തിക്കുത്തും അടിപ്പിടിയും ഉണ്ടാക്കാത്ത ദിവസങ്ങൾ വിരളമാണ്. എതിർത്ത് സംസാരിച്ചാൽ രണ്ടാമത് അടിയാണ്. എസ്റ്റേറ്റിലുള്ള ഏതു പെണ്ണും അവർ പറഞ്ഞാൽ അനുസരിക്കും. ചാത്തുണ്ണിയുടെ ഏക മകളാണ് മോളിക്കുട്ടി. ഇപ്പോൾ അവർ മൂവരും കൂടി പട്ടണത്തിൽ പോകുകയായിരുന്നു ഒരു വനിതാ സംഘടനയുടെ യോഗത്തിൽ സംബന്ധിക്കാൻ. സംഘടനക്കാരുടെ മുഖ്യ അതിഥിയായിരുന്നു ചാത്തുണ്ണി. ഇന്നിനി എന്ത് ചെയ്യും? റോഡിൻ്റെ നടുവിൽ വെയിലത്ത് നിന്നുകൊണ്ട് സൂസന്ന ആരോടുന്നില്ലാതെ പറഞ്ഞു. അവിടെ എത്തുമ്പോഴേക്കും ഇന്ന് ലേറ്റാകും. ചാത്തുണ്ണിയുടെ ജുബ്ബ വിയർത്ത് ശരീരത്തോട് ഒട്ടി. കട്ടിയുള്ള ചെയിൻ അതോടെ കൂടുതൽ വ്യക്തമായി. അദ്ദേഹം ചുറ്റും നോക്കി. ഒന്ന് ഫോൺ ചെയ്യുവാനും കൂടി മാർഗമില്ല. ആ ഭാഗത്ത് ഒരിടത്തും ടെലിഫോണില്ല. ആൾക്കാർ അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഇത്തരം ഒരു നാണക്കേട് ഇനി സംഭവിക്കാനുണ്ടോ? ചെറ്റകൾ. എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷമായിരിക്കും. ചാത്തുണ്ണി മുതലാളി ഓർത്തു. ആരും തൻ്റെ അടുത്തേക്ക് വരുന്നതുകൂടിയില്ല. അവർ മൂവരും ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി നിന്നു. ഡ്രൈവർക്ക് മുതലാളിയുടെ അടുത്ത് ചെല്ലുവാൻ പേടി. ബംഗ്ലാവിൽ മാരുതി കാർ കിടപ്പുണ്ട്. പക്ഷേ അവിടെ എത്തണമെങ്കിൽ 10 കിലോമീറ്റർ പോകണം. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേട്ടു. അവർ നോക്കി. അതാ ബുള്ളറ്റിൽ പാഞ്ഞു വരുന്നു റോബിൻ. റോബിച്ചായ, മോളിക്കുട്ടി നിറക്കണ്ണുകളോടെ വിളിച്ചു. അവൻ അവർക്കരികിൽ ബൈക്ക് നിർത്തി. എന്ത് പറ്റി ഡാഡി? ഒന്നുമില്ല മോൻ, പോയി കാറെടുത്ത് കൊണ്ടുവാ. ജീപ്പ് എവിടെ? ഒക്കെ പറയാം. എന്തോ കുഴപ്പമുണ്ടെന്ന് റോബിന് വ്യക്തമായി. അവൻ ചുറ്റും നോക്കി. എന്താണ് ഡാഡി ഉണ്ടായത്? പറയാമടാ, നീ പോയിട്ട് വാ. ഒരു നിമിഷം ചിന്തിച്ചിട്ട് റോബിൻ ബൈക്ക് തിരികെ ബംഗ്ലാവിലേക്ക് വിട്ടു. ഈ അവസരത്തിൽ നഗരത്തോട് ചേർന്നുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ ജീപ്പ് നിർത്തുകയായിരുന്നു ചന്തു. സാമാന്യം വലിയ ഒരു ഹോസ്പിറ്റലാണിത്. ജീപ്പിൽ നിന്നിറങ്ങി ചന്തു പിന്നിലെത്തി. കുത്തുകൊണ്ട മനുഷ്യൻ്റെ ചലനം പോലും നിലച്ചിരിക്കുന്നുവെന്ന് അയാൾ സംശയിച്ചു. പെൺകുട്ടി മിഴികൾ ഉയർത്തി ചന്തുവിനെ നോക്കി. ഞാനിപ്പം വരാം. അയാൾ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടി. എൻക്വയറി കൗണ്ടറിലെത്തി. ഒരാൾക്ക് കുത്തേറ്റു. വേഗം എന്തെങ്കിലും ചെയ്യണം.
ഇരുമ്പ് വലയ്ക്ക് അപ്പുറത്തിരുന്ന യുവതിയോട് പറഞ്ഞു. അതാ അവിടെ പറഞ്ഞാൽ മതി, അയാൾക്ക് ചുണ്ടി. ചന്തു അവിടേക്ക് ചെന്നു. ഡോക്ടർ അകത്തുണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കൂ. അവിടെ ഇരുന്ന് തടിച്ച സ്ത്രീയുടെ നിർദ്ദേശം. ചന്തു ഹാഫ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നതും ആലിംഗനബദ്ധരായിരുന്ന ഡോക്ടറും നഴ്സും അകന്നു മാറി. നഴ്സിൻ്റെ മുഖം വിളറി. അവൾ അടുത്ത വാതിൽ വഴി അപ്രത്യക്ഷയായി. എന്തു വേണം? മുറിയിലേക്ക് കടന്നു വരുന്നതിനൊക്കെ ചില മാനേഴ്സ് ഉണ്ട്. ഡോക്ടർ കോപത്തോടെ അയാളെ നോക്കി. ക്ഷമിക്കണം ഡോക്ടർ, ഒരാൾ മരിക്കാറായി കിടക്കുന്നു. എവിടെ? പുറത്ത് ജീപ്പിലാണ്. ഒരു കത്തിക്കുത്ത് കേസാണ്. നോ നോ, അത്തരം കേസുകളൊന്നും ഇവിടെ പറ്റില്ല. വല്ല സർക്കാർ ആശുപത്രിയിൽ പോയി നോക്ക്, വന്ന് കയറിക്കോളും ഓരോ പൊല്ലാപ്പുകൾ. ഇപ്പോൾ ഇത്തരം കേസുകൾ പ്രൈവറ്റ് ആശുപത്രികളിലും പരിഗണിക്കാറുണ്ട്. താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിക്കോ, എനിക്ക് പറ്റില്ല. അങ്ങനെ പറയരുത് ഡോക്ടർ. ഇത്തിരി കൂടി താമസിച്ചാൽ ആ മനുഷ്യൻ ചത്തുപോകും. ചാകട്ടടോ ഡോക്ടർ. താൻ വേഗം പോകാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, താൻ കഴിയുന്നത് നേരത്തെ മുറിയിൽ നിന്ന് ഇറങ്ങി തന്നാൽ മതി. എന്നിട്ട് വേണം തനിക്ക് ഇവിടെ വ്യഭിചരിക്കാൻ, അല്ലേ? ചന്തുവിൻ്റെ മുഖഭാവം മാറി. എടാ ഷട്ടപ്പ്. ചന്തു മുന്നോട്ടാഞ്ഞു. മര്യാദയ്ക്ക് ആ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കൂ. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചാൽ പിന്നെ നിങ്ങളും ജീവനോടെ കാണില്ല. താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് കരുതിക്കോ. ഞാൻ പോലീസിനെ വിളിക്കും. വിരോധമില്ല, പക്ഷേ നിങ്ങളുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുവാൻ കൂടിയായിരിക്കും അവർ വരിക. അയാൾ ഡോക്ടറുടെ തൊട്ടടുത്തെത്തി. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഡോക്ടർ വിറയ്ക്കാൻ തുടങ്ങി. വേഗം ആ മനുഷ്യനെ രക്ഷിക്കൂ. ഞങ്ങൾ കോടതിയിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിലും പോകേണ്ടി വരും. ഡോക്ടർ ശരിക്കും ഭയന്നു പോയി. അദ്ദേഹം ബെല്ലമർത്തി. അറ്റൻഡർ വന്നു. ജീപ്പിലുള്ള ആളിനെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുവാൻ നിർദ്ദേശം നൽകി. അയാൾ പോയി. ചന്തുവും പിന്നാലെ എത്തി. ആ മനുഷ്യനെ താങ്ങി സ്ട്രെച്ചറിൽ കിടത്തി. പെട്ടെന്ന് തന്നെ 2 ഡോക്ടർമാർ കൂടി വന്നു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ അടഞ്ഞു. ചന്തുവും ആ പെൺകുട്ടിയും പുറത്തെ ചാരു ബെഞ്ചിലിരുന്നു. എന്താ നിൻ്റെ പേര്? അയാൾ തലയിളക്കി. സീത, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ അയാളൊന്നും ചോദിച്ചില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് പുറത്തു വന്നു. ഈ മരുന്നുകൾ വാങ്ങിക്കൊണ്ടുവരൂ. ഇവിടെ ഇല്ലേ? ഫാർമസിയിൽ തിരക്കൂ. ചന്തു ലിസ്റ്റുമായി പോയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ മരുന്നുമായി തിരികെ എത്തി. കുത്തുകൊണ്ട മനുഷ്യനെ ഒരു മുറിയിലേക്ക് മാറ്റി. അപകടനില കഴിഞ്ഞുവെന്ന് പറയാറായിട്ടില്ല. ബ്ലഡ് വേണ്ടിവരും, ഡോക്ടർ അറിയിച്ചു. എൻ്റേത് ചേരുമോ എന്ന് നോക്കാം ഡോക്ടർ. ഓക്കെ. ചന്തു ലബോറട്ടറിയിലെത്തി. ഭാഗ്യം, അയാളുടെ രക്തം അനുയോജ്യമായിരുന്നു. ഉടനെ ഒരു കുപ്പി രക്തമെടുത്തു. നേരം സായാഹ്നം. ചന്തുവും സീതയും ആ മനുഷ്യൻ്റെ കിടക്കക്കരികിൽ ഇരിക്കുകയാണ്. അയാൾക്ക് ഇനിയും സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ല. ഈ സമയത്ത് താഴെ ചില വാഹനങ്ങൾ വന്നു നിന്നു. അതിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി. പിന്നിൽ പാദപതന ശബ്ദം കേട്ടാണ് ചന്തു തല തിരിച്ചത്. ഡോക്ടറും കുറേ കാക്കിധാരികളും. ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചന്തുവിൻ്റെ നേർക്ക് നടന്നെടുത്തു. ചന്തുവും സീതയും എണീറ്റു. അയാൾ ആ കാക്കിധാരിയെ നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. DSP വിജയദാസ്. ഡാഡി. ചന്തുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ബാസ്റ്റേർഡ്. വിജയദാസിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കഥ തുടരും.